അധ്യായം. വാസ്ക. വീടിൻ്റെ പുറകുവശത്തുള്ള തോട്ടത്തിൽ ഞങ്ങൾ കളിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് വേട്ടക്കാർ തിരിച്ചു വന്നത്. ഓടി വരീൻ, വേഗം, എന്താണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് കണ്ടോ. ഞങ്ങളെല്ലാവരും അങ്ങോട്ടോടി. മുറ്റത്ത് അനേകം വണ്ടികളുണ്ടായിരുന്നു. പലതരം മൃഗത്തോലുകൾ, മലയാടുകളുടെ കൊമ്പുകൾ, കാട്ടുപന്നികളുടെ മൃതശരീരങ്ങൾ മുതലായവ കൊണ്ട് വണ്ടികൾ നിറഞ്ഞിരുന്നു. ഏറ്റവും ഒടുവിലെത്തിയ വണ്ടിയുടെ വശം ചേർന്ന് അച്ഛൻ നടന്നു വന്നു. ഭീതിയോടെ ചുറ്റും നോക്കും കൊണ്ട് വണ്ടിക്കാരൻ്റെ ഇരിപ്പിടത്തിനടുത്ത് ഒരു ചെറിയ കടുവക്കുട്ടി ഇരിക്കുന്നത് ഞങ്ങൾ കണ്ടു. ജീവനുള്ള ഒരു യഥാർത്ഥ കടുവക്കുട്ടി. അവൻ ക്ഷീണിച്ചും പൊടി പിടിച്ചും ഇരുന്നിരുന്നു. മുറ്റത്തുകൂടി തട്ടിയും മുട്ടിയും വരുന്ന വണ്ടിയുടെ വശത്ത് നഖങ്ങൾ കൊണ്ട് അള്ളിപ്പിടിച്ചിരിക്കുകയായിരുന്നു അവൻ. പൂമുഖത്തിന് മുൻപിൽ കാത്തുനിന്ന ചെറിയ ആൾക്കൂട്ടത്തിനടുത്തെത്തിയപ്പോൾ കുതിരകൾ നിന്നു. കടുവക്കുട്ടി ഭയചകിതനായി പിൻവാങ്ങിക്കൊണ്ട് നിസ്സഹായനായി അച്ഛനെ നോക്കി. വാസ്ക, ഒടുവിൽ നാം വീടെത്തി, അച്ഛൻ പറഞ്ഞു. അച്ഛൻ അവനെ എടുത്ത് പൂമുഖത്തേക്ക് കൊണ്ടുപോയി. കടുവക്കുട്ടി ഒരു അസാധാരണ സന്ദർശകനായതുകൊണ്ട് ഞങ്ങളും സംശയിച്ചു നിന്നു. അവനെ ഇങ്ങോട്ട് കൊണ്ടുവരരുതേ, നതാഷ വിളിച്ചു പറഞ്ഞു. ഇവിടെ എൻ്റെ കളിപ്പാട്ടങ്ങളുണ്ട്. കടുവ കളിപ്പാട്ടങ്ങൾ തിന്നുകയില്ല, യൂലിയ പറഞ്ഞു. അല്പനേരത്തെ മൗനത്തിന് ശേഷം അവൾ കൂട്ടിച്ചേർത്തു. അവനോട് നമ്മൾ വളരെ നന്നായി പെരുമാറണം, അല്ലെങ്കിൽ അവൻ നമ്മളെ കടിക്കും. അവനൊരു ചക്കിപ്പൂച്ചയല്ല, മനസ്സിലായോ? അവൻ്റെ കണ്ണുകൾ എത്ര വലുതാണ്, വാലും അങ്ങനെ തന്നെ. നിങ്ങളത് ശ്രദ്ധിച്ചോ? നിലത്ത് കിടന്നിഴയും. നുണ, നീ എപ്പോഴും പെരുക്കി പറയും. നമുക്ക് പോയി നോക്കാം. ഞങ്ങൾ ധൃതിയിൽ തിക്കി തിരക്കി പടവുകൾ ഓടിക്കടന്ന് മുകളിലെത്തി. എല്ലാ സാധനങ്ങളും അവധാനപൂർവ്വം മണത്തു നോക്കിക്കൊണ്ട് കടുവക്കുട്ടി മുറിയിൽ ഉലാത്തുകയായിരുന്നു. കുലുങ്ങിയുള്ള ദീർഘയാത്രയ്ക്ക് ശേഷം തല കറങ്ങുന്നത് കൊണ്ട് നിലം അനങ്ങുന്നതായി അവന് തോന്നിയിരിക്കണം. കുടിയനെ പോലെ അവൻ തട്ടി വീണുകൊണ്ടിരുന്നു. ഇടയ്ക്കിടെ അവൻ പെട്ടെന്ന് നിലത്തിരുന്ന് കണ്ണുകൾ ഇറുക്കിയടയ്ക്കും. ഒരു നിമിഷം കഴിഞ്ഞ് ആ ജോലി ചെയ്യാൻ താൻ ബാധ്യസ്ഥനാണെന്നതുപോലെ അവൻ വീണ്ടും എണീറ്റ് മണം പിടിച്ച് നടക്കും. പഞ്ഞിയടിച്ച ഒരു ജാക്കറ്റിൻ്റെ ഒരു കൈ അഴിയിൽ നിന്ന് തൂങ്ങിക്കിടന്നിരുന്നു. വാസ്ക അതിന്മേൽ അടിക്കുകയും അത് പിടിച്ചു വലിക്കുകയും ചെയ്തു. സോന്യ പൊട്ടിച്ചിരിച്ചു. അവൻ തലയുയർത്തി അവളെ തുറിച്ചു നോക്കി. അവനെ ശരിക്ക് നോക്കിക്കാണാൻ ഞങ്ങൾക്ക് അങ്ങനെ അവസരം കിട്ടി. അവൻ ഏതാണ്ട് 6 മാസം പ്രായമുള്ള ഒരു സെൻറ്റ് ബെർണാഡ് പട്ടിക്കുട്ടിയുടെ വലിപ്പമുണ്ടായിരുന്നു. വലിപ്പവും വിസ്താരമുള്ള തലയും പച്ച നിറമുള്ള വട്ടക്കണ്ണുകളും ചെറിയ ചെവികളുമായിരുന്നു അവൻ്റേത്. അവൻ്റെ മുൻകാലുകൾക്ക് നല്ല വണ്ണവും ശക്തിയും ഉണ്ടായിരുന്നു. എന്നാൽ പിൻകാലുകൾ താരതമ്യേന ശോഷിച്ചിരുന്നു. മെലിഞ്ഞ് എല്ലെഴിഞ്ഞു നിൽക്കുന്ന ദേഹവും പാമ്പിനെപ്പോലെ നീണ്ടുകിടക്കുന്ന വാലുമായിരുന്നു അവനുണ്ടായിരുന്നത്. അയ്യോ, ഇതിപ്പോഴും ഒരു ചെറിയ കുട്ടിയാണല്ലോ, നതാഷ പറഞ്ഞു. ആ ചെറിയ കടുവക്കുട്ടി പ്രസരിപ്പില്ലാത്തവനും ഏകാന്തനുമായി കാണപ്പെട്ടു. ഇവിടെ ഞാനൊരു അന്യനാണ്. ഒരു പിഞ്ചു പൈതലായ എന്നെ ആരും ഉപദ്രവിക്കാതെ നിങ്ങൾ നോക്കിക്കൊള്ളണം എന്ന് പറയുന്ന മാതിരി അവൻ അച്ഛൻ്റെ കാലുകളോട് ചേർന്ന് നിന്ന് ഒരുമിക്കൊണ്ടിരുന്നു. കുതിരകളെ അഴിച്ചു മാറ്റാനും സാമാനക്കെട്ടുകൾ അഴിക്കാനും കുളിക്കാനും മറ്റുമായി അച്ഛൻ പോയപ്പോൾ ഞങ്ങൾ വാസ്കയെ എടുത്ത് മുറിയിലേക്ക് കൊണ്ടുപോയി. ഒരു ബഹുമാന്യ അതിഥിയെ എന്ന പോലെ ഞങ്ങൾ അവനെ സോഫയിലിരുത്തി. അസാധാരണമായ എന്തെങ്കിലുമൊന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഞങ്ങൾ അവനെ സസൂക്ഷ്മം പരിശോധിച്ചു. പിന്നീട് ഒരു ചെറിയ കിണ്ണത്തിൽ ഇളം ചൂടുള്ള പാൽ പകർന്ന് അവനെ കുടിപ്പിച്ചു. വയറ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ വിളക്കിലേക്ക് ചെരിഞ്ഞു നോക്കിക്കൊണ്ട് സോഫയിൽ നിവർന്നു കിടന്നു. വളരെ ക്ഷീണിച്ചിരുന്നെങ്കിലും അവൻ ഉറങ്ങിയില്ല. അവൻ്റെ ചെവികൾ ചലിച്ചുകൊണ്ടിരുന്നു. അത്താഴം മേശമേൽ നിരത്തി കഴിഞ്ഞപ്പോൾ അച്ഛൻ മുറിയിലേക്ക് വന്നു. കടുവ കഴുത്ത് നീട്ടി. അച്ഛൻ്റെ നേർക്ക് നോക്കിക്കൊണ്ട് ഉറക്കെ കുറുങ്ങുന്ന മാതിരി ഒരു ശബ്ദം പുറപ്പെടുവിച്ചു. നിങ്ങൾ കേട്ടോ? സന്തോഷം കൊണ്ട് അവൻ ചിരിക്കുന്നു, നതാഷ വിളിച്ചു പറഞ്ഞു. അച്ഛൻ കടുവയെ തലോടി. അവൻ വീണ്ടും സോഫയിൽ നിവർന്നു കിടന്ന് ഗാഢമായി ഉറങ്ങി. ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് വളരെ നേരം അവിടെ തന്നെ ഇരുന്നു. അത്താഴം കഴിക്കുന്നതിനിടയിൽ അച്ഛൻ ഞങ്ങളോട് വാസ്കയെപ്പറ്റി പറഞ്ഞു. ഞങ്ങളുടെ പട്ടണത്തിൽ നിന്ന് 400 കിലോമീറ്റർ അകലെയുള്ള ബാൽഖാഷ് എന്ന വിജനമായ വൻ തടാകത്തിൻ്റെ കരയിലെ ആറ്റുവഞ്ചികളുടെ ഇടയിൽ നിന്നാണ് അവനെ പിടിച്ചത്. അച്ഛൻ്റെ ഉറ്റ സ്നേഹിതനായ ഒരു കസാക്ക് വേട്ടക്കാരൻ 2 കടുവകൾ താമസിക്കുന്ന ഒരു ഗുഹ കണ്ടുപിടിച്ചു. ആ ഭാഗങ്ങളിൽ കടുവകൾ ഉണ്ടായിരുന്നില്ല. പേർഷ്യയിൽ നിന്ന് അവിടെ എത്തിയവയായിരുന്നു അവ. വേട്ടക്കാരൻ അച്ഛനെ വിവരമറിയിച്ചിട്ട് തൻ്റെ നിരീക്ഷണം തുടർന്നു. ഇര തേടിയല്ല, അഭയം തേടിയാണ് അവ അവിടെ എത്തിയതെന്ന് അയാൾക്ക് മനസ്സിലായി. കാരണം പെൺകടുവ ഗർഭിണിയായിരുന്നു. അധികകാലം കഴിയുന്നതിനു മുൻപ് പെൺകടുവ അപ്രത്യക്ഷയായി. ആൺകടുവ മലമ്പാത കടന്ന് മടങ്ങിപ്പോയി. പിന്നീട് ഒരിക്കലും അത് തിരിച്ചു വന്നിട്ടില്ല. ഏതു ദിവസവും അച്ഛൻ അവിടെ എത്തുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വേട്ടക്കാരൻ പെൺകടുവയെ അന്വേഷിച്ച് ആ പ്രദേശം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു. ഒടുവിൽ പുതിയ കാൽപ്പാടുകൾ മണലിൽ പതിഞ്ഞു കിടക്കുന്നത് അയാൾ കണ്ടുപിടിച്ചു. പുഴ വരെ അത് നീണ്ടുപോയി.
വേട്ടക്കാരൻ കുറ്റിക്കാട്ടിൽ മറഞ്ഞിരുന്ന് പുഴവക്കിൽ വളർന്നിരുന്ന ആറ്റുവഞ്ചികളുടെ ഇടയിലേക്ക് നോക്കി. മറുകരയിൽ പെൺകടുവയെ അയാൾ കണ്ടു. ഭാരമുള്ള എന്തോ കടിച്ചു പിടിച്ചുകൊണ്ട് കാട്ടിൽ കൂടി ഇഴഞ്ഞു പോവുകയായിരുന്നു അത്. പെട്ടെന്ന് വായിലിരുന്നത് താഴെയിട്ടിട്ട് അത് പുഴ നീന്തിക്കടന്ന് വേട്ടക്കാരനിരുന്ന കരയിലെത്തി എവിടെയോ മറന്നു. വൃദ്ധനായ വേട്ടക്കാരന് കാര്യം മനസ്സിലായി. അയാൾ വേഗം തൻ്റെ ചെറിയ കുതിരയുടെ പുറത്ത് കയറി. പെൺകടുവയെ പിന്തുടരുന്നതിന് പകരം മറുകരയിൽ അത് എന്തോ ഉപേക്ഷിച്ചിട്ടുപോയ സ്ഥലത്തേക്കാണ് അയാൾ കുതിരയോടിച്ചത്. അയാളുടെ ഊഹം ശരിയായിരുന്നു. ഇടതിങ്ങി വളർന്ന മുളങ്കാട്ടിൽ 2 ചെറിയ കടുവക്കുട്ടികൾ പറ്റിച്ചേർന്ന് കിടന്നിരുന്നു. വേട്ടക്കാരൻ അവയെ എടുത്ത് ഓരോ സഞ്ചിയിലിട്ടിട്ട് കുതിരപ്പുറത്ത് കയറി. അവ കരയുകയും പുറത്തു കടക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. വേട്ടക്കാരൻ കാൽമുട്ടുകൾ കൊണ്ട് അവയെ കൂടുതൽ അമർത്തിപ്പിടിക്കുകയും കുതിരയെ വേഗത്തിൽ ഓടിക്കുകയുമാണ് ചെയ്തത്. താൻ തീ കൊണ്ട് കളിക്കുകയാണെന്ന് അയാൾക്കറിയാമായിരുന്നു. പെൺകടുവ പിന്തുടരുകയാണെങ്കിൽ നിഷ്പ്രയാസം അവൾക്ക് തൻ്റെ വയസ്സൻ കുതിരയുടെ ഒപ്പമെത്താൻ കഴിയും. കുതിരയെയും സവാരിക്കാരനെയും അവൾ കൊല്ലും. തുരുമ്പ് പിടിച്ച് തൻ്റെ തോക്ക് ഉപയോഗശൂന്യമാണ്. അതിൻ്റെ പിടി ഇളകിപ്പോയിട്ട് ഒരു പഴന്തുണി കൊണ്ട് കെട്ടിവച്ചിരിക്കുകയാണ്. വിശ്വസ്തനായ ഒരു വയസ്സൻ കുതിരയും ഉപയോഗശൂന്യമായ ഒരു തോക്കും മാത്രമേ സ്വയരക്ഷയ്ക്കുള്ളുവെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ധീരനായ ആ വേട്ടക്കാരൻ കടുവക്കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ മുതിർന്നു. കോപാകുലിയായ പെൺകടുവയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് തലപുകഞ്ഞാലോചിച്ചുകൊണ്ട് അയാൾ ഗ്രാമത്തിനടുത്തെത്തി. ഭാഗ്യത്തിന് ആ സമയത്ത് അച്ഛനും മറ്റു വേട്ടക്കാരും അവിടെ എത്തിച്ചേർന്നിരുന്നു. ജീവനെ തൃണവൽഗലിച്ച് ഇങ്ങനെയൊരു സാഹസത്തിന് ഒരുങ്ങിയ തൻ്റെ സ്നേഹിതൻ്റെ ധീരതയെ ബഹുമാനിച്ച് അച്ഛൻ കയ്യിലുണ്ടായിരുന്ന ഒന്നാന്തരം തോക്ക് അയാൾക്ക് സമ്മാനിച്ചു. സന്തുഷ്ടനായ ആ കസാക്ക് വേട്ടക്കാരൻ കടുവക്കുട്ടികളിൽ ഒന്നിനെ അച്ഛന് കൊടുത്തു. ആ വിദൂരമായ ഗ്രാമത്തിൽ നിന്നും ഞങ്ങളുടെ വീട് വരെയുള്ള യാത്ര വാസ്കയെ സംബന്ധിച്ചിടത്തോളം ദീർഘവും വിഷമകരവുമായിരുന്നു. പകുതി ദൂരം അവൻ ഒട്ടകപ്പുറത്താണ് സഞ്ചരിച്ചത്. കുടുക്കം കൊണ്ട് വാസ്കയ്ക്ക് തല കറങ്ങി. അവൻ ഛർദ്ദിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അച്ഛൻ ഒട്ടകപ്പുറത്തു നിന്ന് താഴെ ഇറക്കി വാസ്കയെ കുറേ ദൂരം എടുത്തുകൊണ്ട് നടക്കും. അങ്ങനെയാണ് അവരുടെ സൗഹൃദം വളർന്നത്. വാസ്ക വളരെ കഷ്ടപ്പെട്ടു, അച്ഛൻ പറഞ്ഞു. ഒരിക്കൽ അവൻ്റെ കഥ കഴിഞ്ഞെന്ന് തന്നെ ഞാൻ വിചാരിച്ചു. അവൻ്റെ കണ്ണുരുളുകയും കാലുകൾ വിറയ്ക്കുകയും ചെയ്തു. തറയിൽ കിടന്ന് അവൻ ഉരുണ്ടുകൊണ്ടിരുന്നു. അവസാനമായെന്ന് എല്ലാവരും വിചാരിച്ചു. എന്നാൽ തളർച്ച മാറി അവൻ ആരോഗ്യവാനായിത്തീർന്നു. എങ്ങനെ അവൻ്റെ തളർച്ച മാറാതിരിക്കും? ഒരു വേട്ടക്കാരൻ ഇടയ്ക്ക് കയറി പറഞ്ഞു. അവൻ കാരണം മുക്കുവക്കുടിയിൽ ഞങ്ങൾ ഒരാഴ്ച തങ്ങി. തുർക്കി സുൽത്താനെ നോക്കുന്നത് പോലെയല്ലേ ഞങ്ങൾ അവനെ നോക്കിയത്. എല്ലാവരും പൊട്ടിച്ചിരിച്ചു. നിങ്ങൾക്ക് കിടക്കാൻ നേരമായില്ലേ? പെട്ടെന്ന് അമ്മ ചോദിച്ചു. ദൈവമേ, മണി 12 ആയല്ലോ. ഈ നിമിഷം തന്നെ എല്ലാവരും പോയി കിടക്കിൻ. മുറിയിൽ നിന്ന് പോകുമ്പോൾ ഞങ്ങൾ ഓരോരുത്തരും ആദരവോടെ വാസ്കയുടെ വാലിൽ തലോടി. അത് അന്തസ്സോടെ കുഷ്യൻ്റെ മുകളിൽ നീണ്ടു കിടന്നു. രാത്രിയിൽ വാസ്കയെ എവിടെ സൂക്ഷിക്കണം എന്നതിനെപ്പറ്റി അച്ഛനും അമ്മയും ചർച്ച ചെയ്തു. വാസ്കയെ അമ്മയ്ക്ക് അടുത്തു പരിചയമില്ലായിരുന്നല്ലോ. അതിനാൽ രാത്രിയിൽ അവനെ വെറുതെ വിടാൻ അമ്മയ്ക്ക് ഭയമായിരുന്നു. അവനൊരു പൂച്ചക്കുഞ്ഞിനേക്കാൾ ഇണക്കമുള്ളവനാണെന്നും പേടിക്കാൻ യാതൊന്നുമില്ലെന്നുമായിരുന്നു അച്ഛൻ്റെ വാദം. അവനെ ഇപ്പോൾ ഇരിക്കുന്നിടത്ത് തന്നെ വിട്ടിട്ട് കഥ കടച്ചാൽ മതിയല്ലോ. ഒടുവിൽ അതുതന്നെയാണ് നടന്നത്. സോഫയിൽ വാസ്കയെ ഉറക്കി കിടത്തിയിട്ട് വിളക്ക് കെടുത്തി അവർ വാതിൽ പുറമേ നിന്ന് പൂട്ടി. വാതിൽ പൂട്ടിയ ശബ്ദം കേട്ടയുടൻ വാസ്ക തലയുയർത്തി. ചുറ്റും ഇരുട്ട്. ആരും അടുത്തില്ല. ആ ഭയങ്കരനായ കടുവ സോഫയിൽ നിന്ന് ചാടിയിറങ്ങി. മേശകളിലും കസേരകളിലും തട്ടുകയും പേടിച്ച് നിലവിളിക്കുകയും ചെയ്തുകൊണ്ട് അവൻ മുറിയിൽ ഓടി നടന്നു. കുറച്ചു കഴിയുമ്പോൾ അവൻ ശാന്തനാകുമെന്നാണ് അച്ഛൻ വിചാരിച്ചത്. പക്ഷേ അവൻ കരച്ചിൽ നിർത്തിയില്ല. ആദ്യം അവൻ്റെ ശബ്ദത്തിൽ ദേഷ്യം നിഴലിച്ചിരുന്നു. പിന്നീട് അത് ദയനീയമായ മോങ്ങലായി മാറി. ഒടുവിൽ അച്ഛൻ വാതിൽ തുറന്നു. അച്ഛനെ കണ്ടയുടൽ വാസ്ക സന്തോഷം കൊണ്ട് മതിമറന്നു. അവൻ ഓടിച്ചെന്ന് അദ്ദേഹത്തിൻ്റെ കാലുകൾ നക്കി തുടങ്ങി. ചുരുക്കി പറഞ്ഞാൽ അവൻ അന്ന് ഞങ്ങളുടെ മാതാപിതാക്കളുടെ മുറിയിലാണ് ഉടങ്ങിയത്. നീളമുള്ള ഒരു ചങ്ങലയിൽ പൂട്ടി തയ്യൽ മെഷീനിരുന്ന മേശയുടെ അടിയിലിട്ട ഒരു തുകൽപ്പായിൽ അവനെ കിടത്തി. വാസ്ക സന്തുഷ്ടനായി കമ്പിളിയന്മേൽ ചുരുണ്ടുകൂടി കിടന്നു. അമ്മ മുടി ചീകിക്കൊണ്ട് അച്ഛനോട് സംസാരിക്കുകയായിരുന്നു. വാസ്ക അനങ്ങാതെ കിടന്നു. എന്നാൽ അച്ഛൻ മുറിയിൽ നിന്ന് പുറത്തുപോയ ഉടൻ അവൻ ചാടി എണീറ്റ് ഉത്കണ്ഠയോടെ മുറുമുറുത്തു തുടങ്ങി. മടങ്ങി വന്നപ്പോൾ അച്ഛൻ വാസ്കയെ തലോടി. ഒടുവിൽ എല്ലാവരും ഉറങ്ങി. പിറ്റേന്ന് ഉണർന്നയുടനെ നതാഷ ചോദിച്ചു, വാസ്ക എന്ന കടുവക്കുട്ടി യഥാർത്ഥത്തിൽ ഉള്ളതാണോ അതോ വെറും സ്വപ്നമാണോ? രാത്രി മുഴുവൻ അവൾ കടുവക്കുട്ടി സ്വപ്നം കാണുകയായിരുന്നു. സ്വപ്നമേത് യാഥാർത്ഥ്യമേത് എന്ന് അവൾക്കൊരു നിശ്ചയവുമില്ല. കടുവക്കുട്ടി വാസ്തവത്തിലുണ്ട്, സോന്യ പറഞ്ഞു. ഇന്നലത്തെ കടുവക്കുട്ടി അവിടെ ഉണ്ടോ എന്ന് നോക്കാൻ ഞങ്ങൾ തീൻമുറിയിലേക്ക് പോയി. അവിടം ശൂന്യമായിരുന്നു.
ഞങ്ങൾ അമ്മയുടെ മുറിയിലേക്ക് ഓടി. അമ്മ മേശയ്ക്കടിയിലേക്ക് ചൂണ്ടിക്കാണിച്ചു. വാസ്ക വിചിത്രമായ കണ്ണുകളാൽ ഞങ്ങളെ തുറച്ചു നോക്കിക്കൊണ്ട് അവിടെ ഇരുന്നിരുന്നു. ഞങ്ങൾ അവൻ്റെ തുടലഴിച്ച് ഉറക്ക വർത്തമാനം പറയുകയും ചിരിക്കുകയും ചെയ്തുകൊണ്ട് തോട്ടത്തിലേക്ക് കൊണ്ടുപോയി. വാസ്കയെ ഞങ്ങൾ പട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. ഞങ്ങളുടെ കളികളിൽ എപ്പോഴും പട്ടികളെ കൂടി ഉൾപ്പെടുത്തിയിരുന്നതുകൊണ്ട് അത് അത്യാവശ്യമായിരുന്നു. വാസ്ക അവരോട് അങ്ങേയറ്റം മര്യാദ കാണിച്ചു. എങ്കിലും അവൻ എത്തരക്കാരനാണെന്ന് മണത്തറിഞ്ഞ പട്ടികൾ കാലുകൾക്കിടയിലേക്ക് വാൽ തിരികൊണ്ട് ഓടിമറഞ്ഞു. വയസ്സൻ വേട്ടപ്പട്ടി സഗ്രായ് വെയിലത്ത് കിടക്കുകയായിരുന്നു. വാസ്ക സാവധാനം നടന്നെടുത്ത് അതിനെ മണത്തു നോക്കി. സാഗ്രായ് മടിയോടെ എഴുന്നേറ്റ് വാസ്കയെ ഒന്ന് നോക്കി. ഉടൻ തന്നെ അത് സ്ഥലം വിട്ടു. കടുവയുടെ മണം ഒന്നുകൊണ്ട് മാത്രം ആ വേട്ടപ്പട്ടികൾ വിറച്ചു. മായിലിക് എന്നു പേരുള്ള സങ്കരജാതിയിൽപ്പെട്ട ഒരു പട്ടിക്കുട്ടി മാത്രം അത്തരം മണങ്ങളെപ്പറ്റി അജ്ഞനായിരുന്നു. അത് വാസ്കയുടെ മുകളിൽ കൂടി ചാടുകയും അടുത്തു ചെന്ന് പതിയിരിക്കുകയും മുൻകാലുകൾ കൊണ്ട് പതുക്കെ അവനെ അടിക്കുകയും വാലാട്ടുകയും ഉറക്കെ കുരയ്ക്കുകയും ചെയ്ത് അവനെ കളിക്കാൻ ക്ഷണിച്ചു. വാസ്ക ഒന്ന് ഞെളിഞ്ഞു നിന്നിട്ട് മായിലിക്കിനെ അനുഗമിച്ചു. വീട് വൃത്തിയാക്കുകയും മറ്റു ദിനചര്യകൾ നടത്തുകയും ചെയ്തിട്ട് ഞങ്ങൾ ചായ കുടിക്കാനിരുന്നു. അത് കഴിഞ്ഞിട്ട് വാസ്കയ്ക്ക് ആഹാരം കൊടുക്കാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. എന്നാൽ വാസ്കയ്ക്ക് അത് സമ്മതമായില്ല. അവൻ സോഫയിലേക്ക് ചാടിക്കയറി മണം പിടിച്ചു. സ്വാദുള്ള ഈ ഗന്ധം മേശപ്പുറത്ത് നിന്നാണെന്ന് അവൻ നിശ്ചയിച്ചു. ഭയങ്കരമായി മുറുമുറുക്കുകയും കപ്പുകളും സോസറുകളും തട്ടിമാറ്റുകയും ചെയ്തുകൊണ്ട് അവൻ മേശപ്പുറത്തേക്ക് ചാടിക്കയറി. ഞങ്ങളെല്ലാവരും പേടിച്ച് ചാടി എണീറ്റു. അച്ഛൻ കൈ ഓങ്ങിക്കൊണ്ട് ഉറക്കെ പറഞ്ഞു, ഇറങ്ങ് താഴെ, എൻ്റെ ചാട്ട എവിടെ? എന്നാൽ വാസ്ക അത് വകവച്ചില്ല. അവൻ കൂടുതൽ ഉറക്ക മുറുമുറുത്തു. ഞങ്ങൾക്കത് വളരെ രസിച്ചു. വാസ്ക മിടുക്കനാണ്. അവൻ ആരെയും പേടിയില്ല. അവന് നല്ല തൻ്റെടമുണ്ട്. വാസ്കയ്ക്ക് വഴങ്ങിക്കൊടുക്കുകയും അവനെ ആദ്യം തീറ്റുകയും ചെയ്യാൻ ഞങ്ങൾ അച്ഛനോട് അപേക്ഷിച്ചു. ഒരിക്കൽ വഴങ്ങിക്കൊടുത്താൽ പിന്നീട് ഒരിക്കലും അവൻ തങ്ങളെ അനുസരിക്കുകയില്ല എന്നായിരുന്നു അച്ഛനും അമ്മയും വിചാരിച്ചത്. അച്ഛൻ വാസ്കയെ തൂക്കിയെടുത്ത് ജനലിൽ കൂടി പുറത്തേക്കിട്ടു. പുറത്തേക്കുള്ള വാതിൽ അടച്ചിരിക്കുകയായിരുന്നു. വാസ്ക വാതിലിൽ തട്ടുകയും പതുക്കെ മുറുമുറുക്കുകയും ചെയ്തു. പിന്നെ അത് കൂടുതൽ ഉറക്കെയായി. അവൻ അടങ്ങുന്ന മട്ടില്ല. മൂളലും തട്ടലും കൂടുതൽ ഉച്ചത്തിലായി. ഒടുവിൽ ഞങ്ങൾ വാതിൽ തുറന്നു കൊടുത്തു. വാസ്ക മുറിക്കകത്തേക്ക് പാഞ്ഞു വന്നു. അവൻ്റെ പാത്രം അമ്മയുടെ കയ്യിൽ നിന്ന് തട്ടിയെടുത്ത് ആർത്തിയോടെ അതിലുണ്ടായിരുന്ന പച്ചമുട്ടകൾ അകത്താക്കി. പിന്നീട് അമ്മ അവന് കുറേ പാലൊഴിച്ചു കൊടുത്തു. അത് മുഴുവൻ നക്കി കുടിച്ച ശേഷം ചിറു നക്കിയിട്ട് അവൻ സോഫയിൽ കിടന്നു. വയറ് നിറഞ്ഞപ്പോൾ മറ്റുള്ളവർ ആഹാരം കഴിക്കുന്നത് ശാന്തമായി നോക്കിയിരിക്കാൻ അവന് കഴിഞ്ഞു. അതിനുശേഷം അവനെ ആദ്യം തീറ്റിയിട്ടേ ഞങ്ങൾ ആഹാരം കഴിക്കാനിരിക്കൂ. തീരെ ചെറുതാണെങ്കിലും താനൊരു സാധാരണ മൃഗമല്ല, കടുവയാണെന്നും തൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ കാര്യമായി എടുക്കാതെ പറ്റില്ലെന്നും വാസ്ക ഈ സംഭവത്തിലൂടെ തെളിയിച്ചു. ദിവസങ്ങൾ പലത് കഴിഞ്ഞു. വാസ്കയുമായി ഞങ്ങൾ വളരെ അടുത്തു. അവൻ ജീവിതകാലം മുഴുവൻ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നുവെന്ന് തോന്നി. എത്ര നല്ല സ്വഭാവമായിരുന്നു അവൻ്റേത്. അവൻ ആരെയും ശല്യപ്പെടുത്തിയിരുന്നില്ല. ആരുടെയും കാൽക്കീഴിൽ കയറുകയോ വഴിമുടക്കുകയോ ചെയ്തിട്ടില്ല. അവൻ മുറ്റവും ലായവും മുക്കും മൂലയും പരിശോധിച്ച് സമയം കഴിച്ചു. ക്ഷീണം തോന്നുമ്പോഴെല്ലാം അവൻ തീൻമുറിയിൽ വന്ന് സോഫയിൽ കയറി കിടന്ന് ഉറങ്ങും. ഞങ്ങൾ വാസ്കയെ നന്നായി തീറ്റിയിരുന്നു. വിശന്നാൽ അവൻ്റെ സ്വഭാവം മാറുമെന്ന് എല്ലാവരും ഓർമ്മിച്ചു. ഭക്ഷണ സമയം ഏതാണെന്ന് അവന് കൃത്യമായി അറിയാമായിരുന്നു. ഞങ്ങൾ അവൻ്റെ പാത്രത്തിലേക്ക് മുട്ട ഉടച്ചൊഴിക്കുകയോ പാൽ പകർന്നുകൊണ്ടിരിക്കുകയോ ചെയ്യുമ്പോഴായിരിക്കും തോട്ടത്തിൽ നിന്നും അവൻ ഓടിയെത്തുന്നത്. കഷ്ടം നതാഷ, വാസ്കയ്ക്ക് പോലും സമയം അറിയാം. പക്ഷെ നീ അത് ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു, ഞങ്ങൾ കളിയാക്കും. കാലത്തും വൈകിട്ടും വാസ്ക കഴിച്ചിരുന്നത് പച്ചമുട്ടയും പാലുമായിരുന്നു. എന്നാൽ ഉച്ചയ്ക്ക് ഞങ്ങൾ കഴിക്കുന്നതെന്തോ അത് തന്നെ അവനും കഴിക്കും. അവൻ സൂപ്പും ഡംപ്ലിങ്ങും തിന്നുന്നത് കാണാൻ എന്ത് രസമായിരുന്നു. ആദ്യം ഡംപ്ലിങ്ങുകൾ കോരിയെടുത്ത് പാത്രത്തിൻ്റെ അടുത്ത് ഒരു വരിയായി നിരത്തി വയ്ക്കും. പിന്നീട് സൂപ്പ് മുഴുവൻ അവൻ നക്കി കുടിക്കും. ഒടുവിൽ മധുരപലഹാരം തിന്നുന്ന മാതിരി ഡംപ്ലിംഗ് ഓരോന്നായി അവൻ തിന്നു തീർക്കും. തീറ്റ സമയത്ത് വാസ്ക ഒരു ഭയങ്കരനായിരുന്നു. അവൻ നിലത്ത് കിടന്നുകൊണ്ട് തീറ്റപാത്രം മുൻകാലുകൾക്കിടയിൽ പിടിക്കും. ആ സമയത്ത് അവനെ സമീപിക്കാൻ ആരും ധൈര്യപ്പെടുകയില്ല. ഒരിക്കൽ എൻ്റെ സഹോദരി അവൻ്റെ പാത്രം അല്പമൊന്ന് നീക്കി വയ്ക്കാൻ ശ്രമിച്ചു. അവൻ പല്ലിറുമ്മി. തിന്നുകൊണ്ടിരുന്നത് അവൻ്റെ തൊണ്ടയിൽ തങ്ങി. കനത്ത കാൽപ്പത്തി കൊണ്ട് വാസ്ക അവൾക്കിട്ട് ഒന്നു കൊടുത്തു. പട്ടികൾ ഞങ്ങളെക്കാൾ കരുതലോടെയാണ് പെരുമാറിയത്. വാസ്ക തിന്നുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ അടുത്ത് ചെല്ലാൻ അവയ്ക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. ആദ്യ ദിവസം തന്നെ വാസ്കയോടൊപ്പം കളിച്ച മായിലിക്കിന് മാത്രമേ അവൻ്റെ പാത്രത്തിൽ തലയിടാൻ ധൈര്യമുണ്ടായിരുന്നുള്ളൂ. വാസ്ക മുറുമുറുക്കുമെങ്കിലും അതിനെ ഓടിക്കാറില്ല. തിന്നുകൊണ്ടിരിക്കുമ്പോഴും വയറിലോ വാലിലോ ആരെങ്കിലും തൊടുമ്പോഴും മാത്രമേ വാസ്കയ്ക്ക് ദേഷ്യം വരികയുള്ളൂ. അപ്പോൾ അവൻ അടുത്തു നിൽക്കുന്നവരെ എല്ലാം കടിക്കും.
വയറും വാലും തൻ്റെ ദേഹത്തിലെ പാവനവും തൊട്ടുകൂടാത്തതുമായ ഭാഗങ്ങളായിട്ടാണ് അവൻ കണക്കാക്കിയത്. ഒരിക്കൽ ആരോ മുറ്റത്ത് നിന്നുകൊണ്ട് ഞങ്ങളെ വിളിച്ചു. ഞങ്ങൾ ജനലിൽ കൂടി തല പുറത്തേക്കിട്ട് നോക്കി. മുൻകാലുകൾ ജനൽപ്പടിയിൽ വെച്ചുകൊണ്ട് വാസ്കയും എത്തി നോക്കി. അതിനിടയിൽ സോന്യ അവൻ്റെ വാലിൽ ചവിട്ടി. അവൻ തിരിഞ്ഞു നിന്ന് സോന്യയുടെ കാലിൽ കടിച്ചു. കാലിൽ നിന്നും ചോരയൊലിച്ചു തുടങ്ങി. സോന്യ വല്ലാതെ പേടിച്ചു പോയിരുന്നു. എന്നാൽ വാസ്കയുടെ വിലപ്പെട്ട വാലിൽ നിന്ന് സോന്യ കാൽ മാറ്റിയ ഉടൻ തന്നെ അവൻ്റെ ദേഷ്യം പമ്പ കടന്നു. മാപ്പ് ചോദിക്കാൻ എന്നവണ്ണം അവൻ സോന്യയുടെ കാലിൽ തക്കി തുടങ്ങി. ചോരയുടെ മണം വന്നാലുടൻ കടുവകൾ അക്രമാസക്തരാകുമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കരുത്. വാസ്കയെ നിങ്ങളൊന്ന് കാണേണ്ടിയിരുന്നു. അക്രമാസക്തനാകുന്നതിനെപ്പറ്റി അവൻ സ്വപ്നം കാണുക പോലും ചെയ്തില്ല. മറ്റുള്ളവരുടെ കാലിൽ കടിക്കുന്നത് തെറ്റാണ് എന്ന് മനസ്സിലാക്കിയിട്ടെന്ന പോലെ അവൻ സോന്യയുടെ മുറിവിൽ നക്കുകയാണ് ചെയ്തത്. ഒരു ദിവസം വാസ്ക തിണ്ണയിൽ കൂടി നടക്കുമ്പോൾ ഒരു ചൂൽ അവൻ്റെ കണ്ണിൽപ്പെട്ടു. അവൻ ശബ്ദമുണ്ടാക്കാതെ അടുത്തു ചെന്ന് ചൂലിൻ്റെ മുകളിൽ ചാടി വീണു. അത് കുടയുകയും നിഴത്തിഴയ്ക്കുകയും ചെയ്തുകൊണ്ട് അവൻ തോട്ടത്തിലേക്ക് ഓടി. കുറെ കഴിഞ്ഞ് അവൻ തിരിച്ചു വന്നപ്പോൾ ചൂലിൻ്റെ 3-4 ഇഴകൾ മാത്രമാണ് അവൻ്റെ വായിൽ അവശേഷിച്ചിരുന്നത്. ഞങ്ങൾ അത് കണ്ട് ചിരിക്കുകയും അവനെ പരിഹസിക്കുകയും ചെയ്തു. ആ സംഭവം ഞങ്ങൾ അപ്പോൾ തന്നെ മറന്നു. 2 ദിവസം കഴിഞ്ഞ് രണ്ടാമതൊരു ചൂലും അവൻ ചവച്ചു നശിപ്പിച്ചു. പിന്നീട് അത് അവൻ്റെ ഒരു ദുശ്ശീലമായി തീരുകയായിരുന്നു. ചൂൽ എവിടെ കണ്ടാലും അതിൽ ചാടി വീണ് കടിച്ചു ചീന്തി അവൻ നശിപ്പിക്കും. ചൂലുകളോട് പക പോക്കുന്ന മാതിരിയുള്ള നികൃഷ്ടമായ ഒരു മനോഭാവമായിരുന്നു അവനുണ്ടായിരുന്നതെന്ന് ഞങ്ങൾക്ക് തോന്നി. അവൻ ചെയ്തതും അതുതന്നെയായിരുന്നു. ഞങ്ങളുടെ വീട്ടിലേക്കുള്ള സുദീർഘമായ യാത്രയ്ക്കിടയ്ക്ക് വിശ്രമിക്കാനായി അച്ഛനൊരു സുഹൃത്തിൻ്റെ വസതിയിൽ തങ്ങി. അയാളൊരു വേട്ടക്കാരനായിരുന്നു. ഒരു കണിശക്കാരിയായ സ്ത്രീയായിരുന്നു അയാളുടെ ഭാര്യ. തൻ്റെ വെടിപ്പുള്ള കമ്പിളികളിൽ ചെളിപുരണ്ട കാൽപ്പാടുകൾ പതിപ്പിക്കുമ്പോഴെല്ലാം ആ സ്ത്രീ ചൂലുകൊണ്ട് വാസ്കയെ തല്ലുക പതിവായിരുന്നു. ലോകത്തിലുള്ള എല്ലാ ചൂലുകളോടും വാസ്കയ്ക്ക് വിദ്വേഷം തോന്നി തുടങ്ങിയത് അപ്പോഴാണ്. ഒരു സ്ത്രീയുടെ പാവാടയും പുരുഷൻ്റെ ബൂട്ടും തമ്മിലുള്ള വ്യത്യാസം അവൻ കണ്ടുപിടിച്ചതും അപ്പോഴാണ്. കോപിഷ്ഠയായ ആ സ്ത്രീ വാസ്കയെ സംബന്ധിച്ചിടത്തോളം പാവാട ധരിച്ച ഒരു മനുഷ്യജീവി. ചൂലുമായി പിറകെ വരുമ്പോഴെല്ലാം ബൂട്ടുകൾ ധരിച്ച മനുഷ്യരുടെ അടുത്ത് അവൻ അഭയം തേടും. അച്ഛനും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുമായിരുന്നു ആ മനുഷ്യർ. അവർ അവനെ രക്ഷിക്കും. ബൂട്ടുകളോടുള്ള പ്രത്യേക സ്നേഹം അന്ന് തുടങ്ങിയതാണ്. പാവാടയോട് ഒരിക്കലും അവന് വലിയ അടുപ്പം തോന്നിയിട്ടില്ല. വാസ്കയ്ക്ക് ആഹാരം കൊടുക്കുന്നതും അവനോടൊപ്പം ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നതും അമ്മയായിരുന്നു. മറ്റെല്ലാ സ്ത്രീകളെക്കാളും അവനിഷ്ടം അമ്മയായിരുന്നു. എങ്കിലും അവരുടെ പാവാട അവൻ തീരെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അവയിൽ പലതും കടിച്ചു കീറിയിട്ടുണ്ട്. ഗന്ധങ്ങളോടുള്ള വാസ്കയുടെ പ്രതികരണം പ്രത്യേക രീതിയിലായിരുന്നു. പൂക്കളുടെയോ വാസനദ്രവ്യങ്ങളുടെയോ മണം അവന് തീരെ അസഹ്യമായിരുന്നു. ചോട്ടത്തിൽ വെച്ച് അബദ്ധത്തിൽ ഒരു പൂ മണക്കാനിടയായാൽ അവൻ മൂക്ക് ചുളിച്ചുകൊണ്ട് വളരെ നേരം തുമ്മും. സോസേജിൻ്റെ മണം അവന് വളരെ ദൂരെ നിന്നേ തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നു. അവനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ ഏറ്റവും ഹൃദ്യമായ ഗന്ധം അതായിരുന്നു താനും. സോസേജിൻ്റെ നേരിയ ഗന്ധം കിട്ടിയാലുടൻ അവൻ ഇളകി വശായി മുറവിളി കൂട്ടും. സോസേജ് എവിടെ? എനിക്കതിപ്പോൾ തന്നെ വേണം. വേഗം എൻ്റെ സോസേജ് കൊണ്ടുവരൂ എന്ന് കെഞ്ചുന്ന ദുശാഠ്യക്കാരനായ ഒരു ശിശുവിനെ പോലെയായിരുന്നു അവൻ. ഒരു ദിവസം അത്താഴത്തിന് സോസേജ് ഉണ്ടായിരുന്നു. ശാപ്പാട് കഴിഞ്ഞ് അടുത്ത മുറിയിൽ നിന്നിരുന്ന വാസ്ക തീൻമുറിയിലേക്ക് ഓടി വന്ന് മേശപ്പുറത്ത് ചാടിക്കേറി. അത് വേണ്ട, അച്ഛൻ പറഞ്ഞു. നീ അത്താഴം കഴിച്ചതാണ്, ഉടൻ പോയി കിടന്നോ. അദ്ദേഹം വാസ്കയെ സോഫയിലേക്ക് ഇട്ടിട്ട് സോസേജ് അലമാരയുടെ മുകളിലത്തെ തട്ടിൽ വെച്ചു. കൊതിമൂത്ത വാസ്ക അച്ഛൻ പറഞ്ഞത് അനുസരിച്ചില്ല. അവൻ മുൻകാലുകൾ മേശമേൽ വെച്ചു. മേശപ്പുറത്ത് സോസേജ് ഇല്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ മണം പിടിച്ചുകൊണ്ട് അവൻ മുറിയിൽ പരക്കം പാഞ്ഞു. ഒടുവിൽ അവനൊരു ബുദ്ധി തോന്നി. ജനൽപ്പടിയിൽ കയറി നിന്ന് അവൻ മണം പിടിച്ചു തുടങ്ങി. പിന്നീട് അവൻ അലമാരയുടെ അടുത്തേക്ക് ഓടി. ദേഷ്യത്തോടെ മുറുമുറുത്തുകൊണ്ട് അവൻ ദേഹം കൊണ്ട് അതിന്മേൽ ആഞ്ഞിടിച്ചു തുടങ്ങി. അവനത് എടുക്കുമെന്ന് തോന്നുന്നുണ്ടോ? അതോ അല്പം കഴിയുമ്പോൾ അവൻ അടങ്ങുമോ? വാസ്കയ്ക്ക് ഭ്രാന്ത് പിടിച്ചെന്ന് തോന്നി. അവൻ അലമാരയിന്മേൽ മാന്തുകയും അതിൻ്റെ മൂലയിൽ കടിക്കുകയും ചെയ്തിരുന്നു. അതിന്മേൽ ചാടി കയറാൻ ശ്രമിച്ചപ്പോഴെല്ലാം അവൻ ചാക്കുകെട്ടുപോലെ നിലം പതിച്ചു. ഒടുവിൽ കോപം സഹിക്കവയ്യാതെ അവൻ മേശപ്പുറത്ത് കയറി അവിടെ നിന്ന് അലമാരയിലേക്ക് ചാടിക്കയറാൻ തയ്യാറെടുത്തു. അവനൊരു കഷ്ണം കൊടുക്കുന്നത് കൊണ്ട് ദോഷമൊന്നുമില്ല. അവൻ കുറേ പാടുപെട്ടു. ഞങ്ങൾ തീരുമാനിച്ചു. ഒരു കഷ്ണം സോസേജ് മുറിച്ചെടുത്തുകൊണ്ട് അച്ഛൻ പറഞ്ഞു, ഇന്നാ പിടിച്ചോ വാസ്ക. അവൻ അപ്പോഴും മേശപ്പുറത്ത് നിൽക്കുകയായിരുന്നു. അവൻ വാ പൊളിച്ചു. സോസേജ് കഷ്ണം നേരെ അവൻ്റെ വായ്ക്കുള്ളിൽ ചെന്ന് വീണു. ഞൊടിയിടയിൽ അത് അപ്രത്യക്ഷമായി. എന്നാൽ വാസ്ക ഞങ്ങളെ തുറച്ചു നോക്കിക്കൊണ്ട് അവിടെ തന്നെ നിന്നതേയുള്ളൂ. എന്തൊരു തട്ടിപ്പാണിത്! ആ സോസേജ് എവിടെ പോയി? അവൻ ചോദിക്കുകയാണെന്ന് തോന്നി.
വളരെ വിരസമായ ഒരു ഞായറാഴ്ച ഞാൻ ഓർക്കുന്നു. അന്ന് മുഴുവൻ മഴയായിരുന്നു. പോരാത്തതിന് തണുത്ത കാറ്റും. ഒന്നും ചെയ്യാനില്ലാതെ ഞങ്ങൾ മുറികളിൽ കറങ്ങി നടന്നു. എല്ലാവരും തണുത്തു വിറച്ചു. നമുക്ക് തീ കത്തിച്ച് കുറെ ചോളം പൊരിക്കാം, സോനിയ പറഞ്ഞു. എല്ലാവരും ഉത്സാഹഭരിതരായി. പിന്നീട് തടിക്കഷ്ണം വെട്ടിക്കീറി ചെറിയ കഷ്ണങ്ങളാക്കുന്നതിൻ്റെയും തീ കൂട്ടുന്നതിൻ്റെയും ബഹളമായിരുന്നു അവിടെ. ഞങ്ങൾ രണ്ടുപേർ തട്ടുംപുറത്ത് കയറി. ഉണങ്ങിയ ചോളക്കുലകൾ കെട്ടിത്തൂക്കിയിരുന്നത് അവിടെയായിരുന്നു. ഞങ്ങൾ വിറക് കൊണ്ടുവന്ന് തീ കത്തിക്കാൻ തുടങ്ങി. കുഷനിൽ തലവെച്ചുകൊണ്ട് വാസ്ക വിശ്രമിച്ചിരുന്ന സോഫയുടെ എതിർവശത്തായിരുന്നു അടുപ്പ്. തീപ്പെട്ടിക്കോൾ ജ്വലിക്കുന്നതും മരപ്പൂളുകൾക്ക് തീ പിടിക്കുന്നതും വിറകരിയുന്നതും പൊട്ടിത്തെറിക്കുന്നതും വാസ്ക ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. അവൻ ചെവികൾ കൂർപ്പിച്ചുകൊണ്ട് എണീറ്റിരുന്നു. ഹായ്, ഇതെന്ത് അത്ഭുതം! ഉദ്വേഗഭരിതരായി ചിലച്ചുകൊണ്ടിരുന്ന ഞങ്ങൾ വാസ്ക താഴെ ഇറങ്ങിയത് കണ്ടില്ല. ഫൂ! പെട്ടെന്ന് ഞങ്ങൾ ഇങ്ങനെ ഒരു ശബ്ദം കേട്ടു. അതാ വാസ്ക. അവൻ അടുപ്പിനകത്തേക്ക് തലയിട്ടു. പേടികൊണ്ട് അവൻ കിതച്ചു. അതിൻ്റെ ഫലമായി തീ ആളി കത്തിയപ്പോൾ വാസ്ക ഭയം കൊണ്ട് സ്തംഭിച്ചുപോയി. ഭാഗ്യത്തിന് അച്ഛൻ മുറിയിലുണ്ടായിരുന്നു. അദ്ദേഹം ഓടി വന്ന് വാസ്കയെ വാലിൽ പിടിച്ചു വലിച്ച് പുറത്തെടുത്തു. വാസ്കയുടെ മീശയും പുരികങ്ങളും കരിഞ്ഞിരുന്നു. മോന്തയിൽ മുഴുവൻ ചാരം പറ്റിയിരുന്നു. അവൻ സോഫയുടെ ഒരു മൂലയിൽ ചുരുണ്ടുകൂടി കിടന്നുകൊണ്ട് നിസ്സഹായനായി ഞങ്ങളെ നോക്കി. ഏതു നിമിഷവും അവൻ പൊട്ടിക്കരയുമെന്ന് ഞങ്ങൾക്ക് തോന്നി. അടുപ്പ് എന്തിനാണെന്ന് മനസ്സിലാക്കാനുള്ള എളുപ്പവിദ്യ ഇതുതന്നെയാണ്. വേഗം വരീൻ, ചിരികൾക്കിടയിൽ യൂലിയ ഞങ്ങളെ വിളിച്ചു. ഞങ്ങൾ പൂമുഖത്തേക്കോടി. എന്താണ് കാര്യം? മിണ്ടരുത് എന്ന ആംഗ്യം കാണിച്ചുകൊണ്ട് യൂലിയ പറഞ്ഞു. അങ്ങോട്ട് നോക്കിൻ, വാസ്കയെ കണ്ടോ? പൂമുഖത്തേക്കുള്ള ഏറ്റവും മുകളിലത്തെ പടിയിൽ ഞങ്ങളുടെ അയൽക്കാരൻ്റെ 4 വയസ്സുള്ള മകൻ പാവ്ലിക് ഇരുന്നിരുന്നു. അവൻ കരയുകയും വേദന സ്ഫുരിക്കുന്ന സ്വരത്തിൽ എന്തൊക്കെയോ പുലമ്പിക്കൊണ്ട് വാസ്കയെ തള്ളിമാറ്റാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ വാസ്ക അത് വകവച്ചില്ല. അവൻ മുൻകാലുകൾ പാവ്ലിക്കിൻ്റെ തോളിൽ ഉറപ്പിച്ചുകൊണ്ട് അവൻ്റെ മുടി ചീകുകയായിരുന്നു. വാസ്ക സന്തുഷ്ടനായി മെല്ലെ കുറുങ്ങിക്കൊണ്ടിരുന്നു. പാവ്ലിക്കിൻ്റെ മുടി കഴുത്തിൽ നിന്നും മുകളിലേക്ക് നക്കുകയായിരുന്നു വാസ്തവത്തിൽ അവൻ ചെയ്തിരുന്നത്. തുപ്പലുകൊണ്ട് പാവ്ലിക്കിൻ്റെ മുടി ഒട്ടുന്നതും നനവുള്ളതുമായി തീരുകയും ബ്രഷ് പോലെ എഴുന്നു നിൽക്കുകയും ചെയ്തു. അത് വളരെ ഭംഗിയായിരിക്കുന്നുവെന്നായിരിക്കണം വാസ്കയുടെ വിചാരം. അവൻ്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് തിളങ്ങി. അവനെ നമുക്ക് ഓടിക്കാം, പാവം പാവ്ലിക്. നല്ലൊരു ബാർബർ വന്നിരിക്കുന്നത് കണ്ടില്ലേ, ആളുകളുടെ തല നക്കി ഒതുക്കാൻ. സ്വന്തം വയറും കാൽപ്പത്തികളും നക്കുന്നതാണ് വാസ്കയ്ക്ക് നല്ലത്. ഇത് കണ്ടില്ലേ, നക്കാൻ പോലും അവന് ശരിക്കറിയില്ല. അടിയിൽ നിന്ന് മുകളിലേക്കാണ് അവൻ നക്കുന്നത്. സോനിയ ഒരു കഷ്ണം സോസേജ് എടുത്തുകൊണ്ടുവന്ന് അവനെ മണപ്പിച്ചിട്ട് വലിച്ചെറിഞ്ഞു. വാസ്ക അത് എടുക്കാൻ ഓടിയപ്പോൾ ഞങ്ങൾ പാവ്ലിക്കിനെ രക്ഷപ്പെടുത്തി. ഒരു വലിയ കപ്പിൽ നിന്ന് യൂലിയ വെള്ളമൊഴിച്ചു. ഞാൻ അവൻ്റെ ഒട്ടുന്ന മുടി കഴുകി കൊടുത്തു. അവന് കൊടുക്കാനായി ജാം വെച്ച ഒരപ്പം നതാഷ കയ്യിൽ പിടിച്ചിരുന്നു. അത് തിന്നുകൊണ്ടിരിക്കുമ്പോൾ അവൻ പറഞ്ഞു, ഞാൻ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ വാസ്ക അടുത്ത് വന്ന് എൻ്റെ പുറത്ത് ദാ ഇവിടെ കൈവച്ചു. അവൻ തോളിൽ തൊട്ട് കാണിച്ചു. പിന്നീട് അവൻ എൻ്റെ മുടി മണത്ത് നോക്കി. അത് കഴിഞ്ഞ് അവൻ എൻ്റെ മുടിയിലേക്ക് തുപ്പി. ഞാൻ അവനെ തള്ളി മാറ്റിക്കൊണ്ട് പറഞ്ഞു, പോ വാസ്ക, ഞാൻ കളിക്കുന്നില്ല. എന്നാൽ വാസ്ക എന്നെ പരിഹസിക്കുകയാണ് ചെയ്തത്. വാസ്ക മുടി ചീക്കി കിടത്തതോർത്ത് പാവ്ലിക് വീണ്ടും തേങ്ങി തേങ്ങി കരഞ്ഞു. അവനെ ആശ്വസിപ്പിക്കാൻ ഞങ്ങൾ ആവത് ശ്രമിച്ചു. എന്നാൽ അവൻ്റെ എഴുന്നു നിൽക്കുന്ന മുടിയും പരിഭവം നിഴലിക്കുന്ന ജാം പുരുണ്ട കൊച്ചുമുഖവും കണ്ടപ്പോൾ പൊട്ടിച്ചിരിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. ഞങ്ങൾ ചിരിക്കുന്നത് കണ്ടപ്പോൾ പാവ്ലിക് കരച്ചിൽ നിർത്തി. അവനും തിരിച്ചു തുടങ്ങി. പിന്നീട് പാവ്ലിക് വാസ്കയോടൊപ്പം ബാർബർ ഷോപ്പ് കളിക്കാൻ പഠിച്ചു. അന്നത്തെ രംഗം പലപ്പോഴും ആവർത്തിക്കപ്പെട്ടു. എന്നാൽ പാവ്ലിക് കരയാറില്ലെന്ന് മാത്രം. അവൻ മൂളിപ്പാട്ട് പാടുകയോ വാസ്കയോട് വർത്തമാനം പറയുകയോ ചെയ്തുകൊണ്ടിരിക്കും. രണ്ടുപേരും നിർവൃതി കൊള്ളും. ഞങ്ങളുടെ മുടിയും ഇങ്ങനെ ചെയ്യാൻ വാസ്ക ശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇതൊരിക്കലും നടന്നിട്ടില്ല. ഞങ്ങളുടെ മുടി നീണ്ടതായിരുന്നു. എപ്പോഴും മുറുക്കി പിന്നിയിട്ട് റിബണും കെട്ടിയാണ് ഞങ്ങൾ നടന്നിരുന്നത്. തലയുടെ അടുത്തെങ്ങും വരാൻ ഞങ്ങൾ അവനെ സമ്മതിക്കാറേയില്ല. പിന്നെ എങ്ങനെ നക്കാനാണ്? അച്ഛൻ ചിലപ്പോൾ തൻ്റെ മുടി ചെയ്യാൻ വാസ്കയെ അനുവദിക്കും. എന്നും രാവിലെ അച്ഛനും വാസ്കയും തോട്ടത്തിൽ പോയി കളിക്കുകയും ഗുസ്തി പിടിക്കുകയും പതിവായിരുന്നു. അച്ഛൻ്റെ ബൂട്ട് വലിച്ചെടുത്ത് ഇഴച്ചുകൊണ്ടു പോകാൻ വാസ്കയ്ക്ക് ഇഷ്ടമാണ്. അവൻ അച്ഛന് ഒരു നിമിഷം പോലും സ്വൈര്യം കൊടുക്കുകയില്ല. അച്ഛൻ വായിക്കാനായി തോട്ടത്തിലേക്ക് പോയാൽ വാസ്ക പിന്നാലെ പതുങ്ങിച്ചെന്ന് കുറ്റിച്ചെടികളുടെ ഇടയിൽ ഒളിച്ചിരിക്കും. അച്ഛൻ പുസ്തകം തുറന്നാലുടൻ വാസ്ക ചാടി വന്ന് പുസ്തകം തട്ടി നിലത്തിടും. അത് കടിച്ചെടുത്തുകൊണ്ട് കുട്ടിക്കരണം മറിഞ്ഞ് അവൻ നേരെ വീട്ടിനുള്ളിലേക്ക് പോകും. എന്നാൽ ചിലപ്പോൾ വാസ്കയെ കൊണ്ട് ഞങ്ങൾക്ക് ഉപകാരവും ഉണ്ടായിട്ടുണ്ട്. ഒരിക്കലൊരു വിൽപ്പനക്കാരൻ വീട്ടിലെത്തി. മടക്കുകട്ടിൽ ബൂട്ടുകൾ വലിച്ചൂരാനുള്ള ഒരു ഉപകരണം
പ്രത്യേക തരത്തിലുള്ള ഒരു തരം സഞ്ചി മുതലായ സാധനങ്ങൾ വാങ്ങാൻ അയാൾ അച്ഛനെ പ്രേരിപ്പിച്ചു കൊണ്ടിരുന്നു. അന്ന് അച്ഛന് തീരെ സമയമില്ലായിരുന്നു. ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്ന ജോലിയിൽ മുഴുകിയിരിക്കുകയായിരുന്നു അദ്ദേഹം. ശല്യക്കാരനായ വിൽപ്പനക്കാരനെ ഒഴിച്ചുവിടാൻ കഴിയാതെ അദ്ദേഹം കുഴങ്ങി. അപ്പോഴാണ് വാസ്ക അച്ഛൻ്റെ മുറിയിലേക്ക് പാഞ്ഞു ചെന്നത്. അവൻ വീട് മുഴുവൻ അച്ഛനെ തിരയുകയായിരുന്നു. വാസ്കയെ കണ്ടയുടൻ വിൽപ്പനക്കാരൻ വിളറി വെളുത്തു. അയാളുടെ ചുണ്ടുകൾ വിറച്ചു. അതെന്താണ്? അതൊരു ജാതി പൂച്ചയാണ്, കടുവ എന്നാണ് അറിയപ്പെടുന്നത്. സാധാരണ മട്ടിൽ അച്ഛൻ മറുപടി പറഞ്ഞു. ഞാനിപ്പോൾ പോവുകയാണ്. അയാൾ സാധനങ്ങൾ ധൃതിയിൽ പെറുക്കിയെടുത്തുകൊണ്ട് സ്ഥലം വിട്ടു. മിടുക്കൻ, നീ എന്നെ രക്ഷപ്പെടുത്തി, അച്ഛൻ വാസ്കയോട് പറഞ്ഞു. അച്ഛൻ ഒരാഴ്ചത്തേക്ക് എവിടെയോ പോയപ്പോൾ വാസ്ക വല്ലാതെ സങ്കടപ്പെട്ടു. അവൻ വീട്ടിനുള്ളിൽ ചുറ്റി നടന്നു. ഇടയ്ക്കിടെ അവൻ അടുക്കളയിൽ ചെന്ന് നോക്കുകയും ഞങ്ങളെ എല്ലാവരെയും മണത്തു നോക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അവൻ സദാ ചെവി കൂർപ്പിച്ചു പിടിച്ചു. 7ാമത്തെ ദിവസം വൈകിട്ട് മുറ്റത്ത് ആളുകളുടെ ശബ്ദം കേട്ടു. അച്ഛൻ മടങ്ങി വന്നു. വാസ്കയെ മേശയുടെ കാലിൽ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. അവൻ മേശയും വലിച്ചുകൊണ്ട് അച്ഛനെ സ്വീകരിക്കാൻ ഓടി. മേശ വാതിലുകൾ തടഞ്ഞു. അച്ഛൻ വാസ്കയുടെ അടുത്തേക്ക് ഓടി വന്നു. അവൻ്റെ സന്തോഷം കാണേണ്ടതായിരുന്നു. അവൻ അച്ഛൻ്റെ ബൂട്ടുകളിൽ കെട്ടിപ്പിടിച്ചു. അവയിൽ നക്കി ചിരിക്കുന്നത് പോലെ അവൻ കുറുങ്ങിക്കൊണ്ടേയിരുന്നു. ആരോ ഒരാൾ, ആരാണെന്ന് ഓർമ്മയില്ല, ആ ഇടയ്ക്ക് ഞങ്ങൾക്ക് അങ്കിൾ ടോംസ് ക്യാബിൻ എന്ന പുസ്തകത്തിൻ്റെ ഒരു കോപ്പി തന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ കളികളുടെ കാര്യം പാടേ മറന്ന് വായനയിൽ മുഴുകി. ദിവസവും രാവിലെ തോട്ടത്തിലെത്തി ഞാനോ സോന്യയോ പുസ്തകം ഉറക്കെ വായിക്കും. എൻ്റെ അനുജത്തിമാരും അയൽപ്പക്കങ്ങളിലുള്ള കുട്ടികളും പുല്ലിൽ വട്ടമെത്തിരുന്ന് അത്ഭുതത്തോടെ അത് ശ്രദ്ധിക്കും. പുസ്തകത്തിലെ ഏറ്റവും വലിയ ദുഃഖസംഭവമായ അങ്കിൾ ടോമിൻ്റെ മരണസമയത്ത് വായനക്കാരിയും ശ്രോതാക്കളും തേങ്ങിക്കരഞ്ഞു. അപ്പോൾ ഒരു ദീർഘനിശ്വാസത്തോടെ ആരോ യൂലിയയുടെ തോളിൽ ചാരി. കണ്ണീർ വാർത്തുകൊണ്ട് എതിർവശത്തിരുന്ന നത്താഷ പെട്ടെന്ന് പൊട്ടിച്ചിരിച്ചു. ഞാൻ സ്തംഭിച്ചുപോയി. സങ്കടം കൊണ്ട് നത്താഷയ്ക്ക് ഭ്രാന്ത് പിടിച്ചു. കുടുകുടെ ചിരിച്ചുകൊണ്ട് അവൾ യൂലിയയുടെ നേർക്ക് ചൂണ്ടിക്കാണിച്ചു. വാസ്ക യൂലിയയുടെ തോളിൽ തല ചായ്ച്ചിരിക്കുന്നതാണ് ഞങ്ങൾ കണ്ടത്. അവൻ കണ്ണുകളടച്ച് ദുഃഖത്തോടെ നെടുവീർപ്പിട്ടുകൊണ്ടിരുന്നു. അങ്കിൾ ടോമിനെ ഓർത്ത് അവനും ദുഃഖിക്കുകയാണെന്ന് തോന്നി. അന്നത്തെ വായന അതോടെ തീർന്നു. ഞങ്ങളെല്ലാവരും ആർത്ത് ചിരിച്ചുകൊണ്ട് പുല്ലിൽ കിടന്ന് ഉരുളുകയായിരുന്നു. വാസ്ക ഞങ്ങളുടെ കുടുംബത്തിലെ ഒരംഗമായിട്ട് മാസം 1 കഴിഞ്ഞു. അതിനിടെ അവൻ കുറേ വളർന്നു. അവൻ കൂടുതൽ ശക്തിയും ആത്മവിശ്വാസവും ആർജിച്ചു. അവൻ അപ്പോഴും മന്ദഗതിക്കാരനായിരുന്നെങ്കിലും ചിലപ്പോൾ, പ്രത്യേകിച്ച് എന്തിൻ്റെ മേലെങ്കിലും ചാടി വീഴുമ്പോൾ, അവന് നല്ല ചുറുചുറുക്കും മെയ്വഴക്കവും ഉണ്ടായിരുന്നു. വാസ്കയുടെ രോമക്കുപ്പായം വില്ലൂസ് പോലെ തിളക്കവും മിനുസവും ഉള്ളതായിരുന്നു. ചുവപ്പ് കലർന്ന സ്വർണ്ണ നിറമായിരുന്നു അതിന്. അതിലുള്ള കറുപ്പ് വരകൾ ഇളം ചാരനിറമുള്ള വയറുവരെ നീണ്ടു കിടന്നു. നല്ല തീറ്റ തിന്ന് പുഷ്ടിയും ഒതുക്കവുമുള്ള ദേഹമായിരുന്നു അവൻ്റേത്. കണ്ണുകൾക്ക് കൗതുകകരമായ ഒരു കാഴ്ചയായിരുന്നു വാസ്ക. ദിവസം മുഴുവൻ അവൻ ദേഹം വെടിപ്പാക്കുന്നതിൽ വ്യാപൃതനായിരുന്നു. കാലുകളും വയറുകളും നക്കി മിനുക്കും. കൂടുതൽ ഭംഗിയാകാൻ ദേഹമാകെ കുടയും. ആ സമയത്ത് അവനൊരു പൂച്ചയോട് വളരെയധികം സാദൃശ്യമുണ്ടായിരുന്നു. വീട്ടിനുള്ളിലെ ജീവിതവുമായി അവൻ പൂർണ്ണമായും ഇണങ്ങിച്ചേർന്നു. ഒരിക്കൽ മാത്രം അവന് ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. പക്ഷേ അത് ഞങ്ങളുടെ കുറ്റമായിരുന്നു. ഞങ്ങൾ അവനെ പുറത്തുവിടാൻ മറന്നുപോയി. ഞങ്ങൾ ഓർത്തപ്പോഴേക്കും വൈകിപ്പോയിരുന്നു. വാസ്ക അങ്ങേയറ്റം അസ്വസ്ഥനും അസന്തുഷ്ടനുമായി. അവൻ മൂക്കു ചുളുക്കുകയും ഉറക്കെ ചീറുകയും ചെയ്തു. ഞങ്ങൾ അവനെ അഴിച്ചുവിട്ട ഉടൻ തന്നെ അവൻ ആവുന്നത്ര വേഗത്തിൽ തോട്ടത്തിലേക്ക് ഓടി. ആ ദിവസം അവൻ പ്രത്യേക ശ്രദ്ധയോടെ കുളിച്ചു. അവനെ കുളിപ്പിക്കുന്നത് ഒരാഘോഷം തന്നെയായിരുന്നുവെന്ന് പറയാം. തോട്ടത്തിൽ അതിനായി വട്ടത്തിലുള്ള ഒരു കുഴി പ്രത്യേകം തയ്യാറാക്കിയിരുന്നു. 1 മീറ്റർ ആഴവും 1 മീറ്റർ വ്യാസവും ഉണ്ടായിരുന്നു ആ കുഴിക്ക്. അടുത്തുകൂടി ഒഴുകിയിരുന്ന ഒരു ചെറിയ അരുവി അതിൽ ശുദ്ധജലം നിറച്ചു. ഒരു ബ്രഷും ഒരു കട്ട സോപ്പുമായി അമ്മ വരും. അച്ഛനൊരു തൊട്ടി കൊണ്ടുവരും. ഒടുവിൽ ഒരു സംഘം കുട്ടികളുടെ അകമ്പടിയോടെ വാസ്ക പ്രവേശിക്കും. മറ്റു പൂച്ചകളിൽ നിന്ന് വിഭിന്നമായി അവൻ കുളിക്കാൻ ഇഷ്ടപ്പെട്ടു. അച്ഛൻ അവൻ്റെ ദേഹത്ത് വെള്ളമൊഴിക്കും. പിന്നെ പച്ച നിറമുള്ള സോപ്പ് തേക്കും. അവൻ താനെ കുഴിയിലേക്കിറങ്ങി പിൻകാലുകളിൽ നിന്നുകൊണ്ട് മുൻകാലുകൾ അച്ഛൻ്റെ നേരെ നീട്ടിപ്പിടിക്കും. അച്ഛൻ ബ്രഷ് കൊണ്ട് അവൻ്റെ ദേഹം ഉരയ്ക്കുകയും വെള്ളമൊഴിച്ച് കഴുകി വെടുപ്പാക്കുകയും ചെയ്യും. ഈ സമയമെല്ലാം അവൻ ആഹ്ലാദത്തോടെ കുറുങ്ങിക്കൊണ്ട് കുഴിയിൽ നിൽക്കുകയായിരിക്കും. ഒടുവിൽ കുളി കഴിഞ്ഞ് അവിടെ നിന്ന് പുറത്തിറങ്ങി ദേഹമാസകലം കുടഞ്ഞിട്ട് അവൻ പുല്ലിൽ കിടന്ന് ഉരുളുകയും വെയിൽ കായുകയും ചെയ്യും. വാസ്കയെ സംരക്ഷിക്കുന്നത് ക്ലേശകരമായ ഒരു ജോലിയായിരുന്നു. എങ്കിലും ഭംഗിയുള്ള ഒരു കടുവയായി അവൻ വളർന്നു വന്നു. അവന് മനുഷ്യരെ അല്പം പോലും പേടിയില്ലായിരുന്നു.
നേരെ മറിച്ച് അവരുടെ ശ്രദ്ധ ആകർഷിക്കാൻ അവൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരുന്നു. അവനെ ശ്രദ്ധിക്കാതെ, അതായത് അവനെ തലോടുകയോ അവൻ്റെ ചെവി ചൊറിഞ്ഞു കൊടുക്കുകയോ അവനോട് സംസാരിക്കാതെ ഇരിക്കുകയോ ചെയ്യാതെ ഞങ്ങൾ എന്തെങ്കിലും ജോലിയിൽ മുഴുകിയിരുന്നാൽ അവൻ ദുഃഖിതനായി കാണപ്പെടും. ചിലപ്പോൾ ഞങ്ങൾ മനഃപൂർവ്വം അവൻ്റെ ക്ഷമ പരീക്ഷിക്കാറുണ്ട്. ഞങ്ങളെല്ലാവരും നിലത്ത് വട്ടമിട്ടിരുന്ന് സംസാരിച്ചു തുടങ്ങും. വാസ്ക അടുത്തു വന്ന് ശ്രദ്ധയോടെ അത് കേട്ടുകൊണ്ടിരിക്കും. പതിവ് പോലെ വാസ്ക നീയും വന്നോ എന്ന് ചോദിച്ച് ഞങ്ങൾ അവനെ തലോടും എന്ന് പ്രതീക്ഷിച്ചാണ് അവൻ അവിടെ ഇരിക്കുന്നത്. ഞങ്ങൾ അവനെ കണ്ടതായി നടിക്കുകയില്ല. അവൻ കുറേ നേരം അനങ്ങാതെ നിന്നിട്ട് ആരുടെയെങ്കിലും റിബണിലോ ഉടുപ്പിലോ കാലുകൊണ്ട് സ്പർശിക്കും. എന്നാൽ അവൻ അവിടെ ഇല്ല എന്ന മട്ടിൽ ഞങ്ങൾ സംസാരം തുടരും. പിന്നീട് അവൻ വന്ന് ഞങ്ങളോടൊപ്പം ഇരിക്കും. ദുഃഖം സ്ഫുരിക്കുന്ന കണ്ണുകൾ തുറന്ന് ഞങ്ങളെ തുറിച്ചു നോക്കിക്കൊണ്ട് അവൻ ഞങ്ങൾ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കും. അവസരം കിട്ടുമ്പോൾ അവൻ ഹാ എന്ന് പറയും. തന്നെ ആരും ശ്രദ്ധിക്കാത്തതിലുള്ള അക്ഷമ പ്രകടിപ്പിക്കുകയാണ് അവനെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ അവൻ്റെ നേരെ നോക്കാതെ ചിരിച്ചുകൊണ്ട് പറയും, അവൻ എത്ര പാടുപെടുന്നു, ആരും അവൻ്റെ പേര് പറയരുത്, അല്ലെങ്കിൽ തന്നെ പറ്റിയാണ് സംസാരിക്കുന്നതെന്ന് അവൻ മനസ്സിലാക്കും. അവനെ അങ്ങനെ പറ്റിക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടമായിരുന്നു. അവൻ സംഭാഷണത്തിൽ പങ്കുകൊള്ളാനും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാനും എല്ലാ അടവുകളും പ്രയോഗിക്കും. ഒടുവിലൊന്നും ഫലിക്കുന്നില്ലെന്ന് കാണുമ്പോൾ തൻ്റെ വലിയ വാ മുഴുവൻ തുറന്ന് അവൻ കോട്ടുവായിടും. അവൻ്റെ വാ കാണാൻ നല്ല ചന്തമായിരുന്നു. ചുവപ്പ് നിറമായിരുന്നു അതിന്. ചുറ്റും ഒരുതരം തൊങ്ങൽ പിടിപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നി കൂർത്ത വലിയ പല്ലുകൾ കാണുമ്പോൾ. ഞങ്ങൾ മുൻ തീരുമാനം പാടെ മറന്ന് അവൻ്റെ വായിലേക്ക് നോക്കും, അവൻ്റെ പല്ലിൻ്റെ ഭംഗി കാണാൻ. വാസ്ക അപ്പോൾ തന്നെ ഞങ്ങളുടെ നടുവിലേക്ക് കയറി വരും. അവൻ്റെ വാ ഒരു തവണ കൂടി പരിശോധിക്കാൻ ഞങ്ങൾ ശ്രമിക്കുമെങ്കിലും അവൻ തലതിരിക്കും. അവന് സന്തോഷമായി. ഞങ്ങൾ അവനെ ശ്രദ്ധിച്ചിരിക്കുന്നു. പട്ടണവാസികൾ മാത്രമല്ല, അടുത്തുള്ള ഗ്രാമങ്ങളിലും മലമുകളിലെ ചെറു ഗ്രാമങ്ങളിലും താമസിക്കുന്നവർ പോലും ഞങ്ങളുടെ കടുവക്കുട്ടിയെ കാണാൻ വരാറുണ്ടായിരുന്നു. അവർ പടിക്ക് പുറത്തുള്ള മണിയടിച്ചാലുടൻ ഞങ്ങൾ ഓടിച്ചെന്ന് ഗേറ്റ് തുറക്കും. ഇവിടെ ഒരു ഇണങ്ങിയ കടുവയുണ്ടെന്ന് കേട്ടു, ഞങ്ങളെ ഒന്ന് കാണിക്കാമോ, ഞങ്ങൾ പണം തരാം. വരുന്നവരോട് കൊപ്പയ്ക്ക് വാങ്ങാൻ ഞങ്ങൾക്ക് ആദ്യം വലിയ ഉത്സാഹമായിരുന്നു. ഒരാളിൽ നിന്ന് 5 കൊപ്പയ്ക്ക് വീതം പിരിച്ചെടുത്ത് ഒരിക്കൽ 2 റൂബിൾ ഞങ്ങൾ ഉണ്ടാക്കി. പക്ഷേ അച്ഛന് അത് തീരെ ഇഷ്ടമായില്ല. പണം വാങ്ങാൻ പാടില്ലെന്ന് അദ്ദേഹം വിലക്കി. സന്ദർശകരെ കുറേ അകലെ നിർത്തണമെന്നും വാസ്കയെ തലോടാനോ അവനെ തീറ്റാനോ ആരെയും അനുവദിക്കരുതെന്നും കൂട്ടത്തിൽ അച്ഛൻ നിർദ്ദേശിച്ചു. മുതിർന്നവർ ഞങ്ങളുടെ അനുവാദം ചോദിക്കുമ്പോൾ ഞങ്ങൾ അഭിമാനം കൊണ്ടിരുന്നു. നിങ്ങൾ എത്ര പേരുണ്ട്? ശരി, ഇവിടെ ഗേറ്റിന് പുറത്തു തന്നെ നിന്നോളൂ. ഞങ്ങൾ അവനെ വിളിച്ചുകൊണ്ടുവരാം. എന്നാൽ അവനെ തലോടാൻ ശ്രമിക്കുകയോ തിന്നാൻ എന്തെങ്കിലും ഇട്ടുകൊടുക്കുകയോ ചെയ്യരുത്. ശരി, നിങ്ങൾ പറഞ്ഞതെല്ലാം ഞങ്ങൾ അനുസരിക്കാം. ഗേറ്റിൻ്റെ സമീപം അവർ വരിയായി നിൽക്കും. ഞങ്ങൾ തോട്ടത്തിൽ ചെന്ന് വാസ്കയെ വിളിക്കും. അവൻ സന്ദർശകരുടെ മുമ്പിലെത്തുന്നത് വലിയ ഗമയിലാണ്. അവനെ കണ്ടാലുടൻ ആളുകൾ പുറകോട്ട് മാറും. അപ്പോൾ വാസ്ക ആശ്ചര്യത്തോടെ ഞങ്ങളുടെ മുഖത്ത് നോക്കും. ഞങ്ങൾ ആളുകളുടെ പേടി മാറ്റാൻ ശ്രമിക്കും. പേടിക്കാനൊന്നുമില്ല, അവൻ നന്നായി ഇണങ്ങിയതാണ്. നിങ്ങൾ ഭയപ്പെടുന്നത് എന്തിനാണെന്ന് പോലും അവൻ അറിയാൻ പാടില്ല. നോക്കൂ, അവൻ എത്ര നല്ല കുട്ടിയാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വാസ്കയുടെ വായിൽ കൈയിടുകയും തലയിൽ തലോടുകയും ചെവികളിലും കഴുത്തിലും ചൊറിയുകയും അവൻ്റെ കനത്ത കാൽപ്പത്തി പതുക്കെ പൊക്കി പതുപതുത്ത ഉള്ളങ്കാൽ സന്ദർശകർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യും. ഇത് കണ്ടോ, ഞങ്ങൾ പറയും. അവൻ നഖങ്ങൾ ഉള്ളിലേക്ക് വലിച്ചിരിക്കുകയാണ്, പേടിക്കാനൊന്നുമില്ല. അവർ വാസ്കയെ നോക്കിക്കൊണ്ട് നിൽക്കും. നോക്കിയാലും അവർക്ക് മതി വരില്ല. വാസ്കയെ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും. അവനെ ഒന്ന് തലോടാതെ തിരിച്ചു പോകാൻ കഴിയുകയില്ലെന്ന് അവർക്ക് തോന്നും. പാടില്ല, ഞങ്ങൾ പറയും. അത് അനുവദിച്ചാൽ ഞങ്ങൾ കുഴപ്പത്തിലാവും. ഇല്ല, ഊവ്. അവരുടെ നിർബന്ധം സഹിക്കവയ്യാതെ ആവുമ്പോൾ ഞങ്ങൾ പറയും, ഇതൊരു കടുവയാണെന്ന് ഓർമ്മിപ്പിക്കണം. അതൊരു കടി തന്നാലോ? അപ്പോൾ ഞങ്ങൾ എന്തു ചെയ്യും? സാധാരണയായി ഇത് കേൾക്കുമ്പോൾ അവർ പിൻവാങ്ങും. ഒരു ദിവസം വാസ്ക തോട്ടത്തിലൂടെ ഉലാത്തുമ്പോൾ വേലിയിലുള്ള ഒരു പഴുത് അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവൻ അതിലൂടെ തലയിട്ട് പുറത്തേക്ക് നോക്കി. തെരുവിൽ പട്ടികൾ ഓടി നടക്കുന്നതും വണ്ടിക്കാരും കുതിരകളും കൂടി നിൽക്കുന്നതും കുറെ ദൂരെയായി കുട്ടികൾ പന്ത് കളിക്കുന്നതും അവൻ കണ്ടു. വേലിക്കരികിലുള്ള പുല്ലിലിരുന്ന് ഒരു കൂട്ടർ ചീട്ട് കളിക്കുന്നു. വാസ്ക എല്ലാം കണ്ടു മനസ്സിലാക്കി. അവൻ തല അകത്തേക്ക് വലിച്ചിട്ട് ഉദ്വേഗഭരിതനായി ചീറുകയും ഊഫ് എന്ന് പറയുകയും ചെയ്തു. പഴുതിലൂടെ അവൻ വീണ്ടും തല പുറത്തേക്ക് നീട്ടി. തന്നെ മനുഷ്യർ അവഗണിക്കുന്നത് തീരെ സഹിക്കാൻ കഴിയാത്തതുകൊണ്ട് കുറേ നേരം നോക്കിയിരുന്നിട്ട് അവൻ പഴുതിലൂടെ ഇഴഞ്ഞു പുറത്തു കടന്ന് ചീട്ടുകളിക്കാരുടെ സമീപമെത്തി. അവർ തിരിഞ്ഞു നോക്കിയപ്പോൾ വാസ്കയെ കണ്ടു. ഹാ, അവൻ പറഞ്ഞു. എല്ലാവരും ചാടി എണീറ്റു. ഒരുവൻ മറ്റൊരാളോട് പറഞ്ഞു, വരൂ വാസ്ക, നമുക്ക് വേഗം സ്ഥലം വിടാം. ഫോറസ്റ്ററുടെ കടുവയാണിത്. ഇതുപോലൊരു നീചൻ വേറെങ്ങുമില്ല.
വരൂ വാസ്ക എന്ന് പറയുന്നത് കേട്ടപ്പോൾ തന്നെ വിളിക്കുകയാണെന്നാണ് കടുവ വിചാരിച്ചത്. അവൻ അവരുടെ പിന്നാലെ ചെന്നു. അവർ പേടിച്ച് ഓട്ടം തുടങ്ങി. ആ വഴി വന്ന ഒരു സ്ത്രീ നിലവിളിച്ചു. വാസ്ക അമ്പരന്നു പോയി. അവൻ പൊടി നിറഞ്ഞ റോഡിൻ്റെ നടുക്കു കുത്തിയിരുന്ന് ചെവി മാന്തി തുടങ്ങി. ചിന്തയിൽ മുഴുകി വാസ്ക നടുറോഡിലിരിക്കുന്നത് യാദർശികമായി വേലിക്കരികിൽ ചെന്ന് പുറത്തേക്ക് നോക്കിയ അച്ഛൻ കണ്ടു. അയൽക്കാരുടെ ഒരു സംഘം അവനെ നോക്കി ചിരിച്ചുകൊണ്ട് അല്പം അകലെ നിന്നിരുന്നു. അച്ഛൻ വേലി കടന്ന് വാസ്കയുടെ സമീപത്തെത്തി. അച്ഛനെ കണ്ടപ്പോൾ അയൽക്കാർക്ക് ധൈര്യമായി. വാസ്കയെ അച്ഛൻ വീട്ടിലേക്ക് കൊണ്ടുപോരാൻ തുടങ്ങിയപ്പോൾ അവർ പറഞ്ഞു, കുറച്ച് കഴിയട്ടെ, അവനെ അല്പനേരം കൂടി ഇവിടെ നിർത്തൂ. എന്തൊരു രസമാണ് അവനെ നോക്കി നിൽക്കാൻ. അതൊരു പൂച്ചയാണോ അതോ മറ്റു വല്ല മൃഗവുമാണോ? കടുവകളെപ്പറ്റി അച്ഛൻ അവരോട് പറഞ്ഞു. വാസ്ക ഗുസ്തി പിടിക്കുന്നത് എങ്ങനെയാണെന്ന് അദ്ദേഹം അവർക്ക് കാണിച്ചു കൊടുത്തു. അച്ഛൻ വാസ്കയുടെ ചെകിട്ടിൽ മെല്ലെ ഒന്നടിച്ചു. വാസ്ക കാൽ പൊക്കി അച്ഛനെ തടയുകയും തിരിച്ചടിക്കുകയും ചെയ്തു. ഒടുവിൽ അച്ഛൻ അവനെ വീട്ടിലേക്ക് നടത്തിയപ്പോൾ കുറച്ചു പിന്നിലായി അയൽക്കാർ നടന്നു വന്നു. വാസ്ക, നീ ഒരു കൊച്ചു മിടുക്കനാണ്, അവർ പറഞ്ഞു. ഞങ്ങളെ കാണാൻ വന്നതിന് വളരെ നന്ദി. ഞങ്ങൾക്ക് ഒരുപാട് കോഴിക്കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. വാസ്കയെ അവ വളരെയേറെ ആകർഷിച്ചു. ഒരു ദിവസം മഴ പെയ്തു തീർന്നപ്പോൾ വാസ്ക മുറ്റത്ത് നടക്കാനിറങ്ങി. എല്ലായിടത്തും ചേറ്റുകുഴികളുണ്ടായിരുന്നു. വാസ്ക സൂക്ഷിച്ച് ഒരു പൂച്ചയെപ്പോലെ കാലുകൾ വിറപ്പിച്ചുകൊണ്ട് അവയ്ക്ക് ചുറ്റും നടന്നു. വെയിലത്ത് കൊത്തിപ്പെറുക്കിക്കൊണ്ടിരുന്ന ഒരു പിടക്കോഴിയെയും കോഴിക്കുഞ്ഞുങ്ങളെയും അപ്പോഴാണ് അവൻ കണ്ടത്. കോഴിക്കുഞ്ഞുങ്ങൾ മൃദുരോമങ്ങൾ കൊണ്ടുണ്ടാക്കിയ പന്തുകൾ പോലെയായിരുന്നു. വാസ്ക ചെവികൾ തലയോട് ചേർത്ത് പിടിച്ചു. ഇരയുടെ മേൽ ചാടി വീഴുമ്പോൾ അവൻ എപ്പോഴും അങ്ങനെയാണ്. കോഴിക്കുഞ്ഞുങ്ങളുടെ മേൽ ചാടി വീഴാൻ തയ്യാറായി അവൻ നിലം പറ്റി കിടന്നു. ആപത്ത് ആസന്നമായിരിക്കുമെന്ന് മനസ്സിലായ പിടക്കോഴി പരിഭ്രമിച്ചു. അത് കുഞ്ഞുങ്ങളെ തടുത്തു കൂട്ടിയിട്ട് തൂവലുകൾ വിടർത്തി വാസ്കയെ ഭയങ്കരമായി ആക്രമിച്ചു. അത് ചിറകിട്ടടിക്കുകയും ചാടിച്ചെന്ന് അവൻ്റെ കണ്ണ് കുത്തിപ്പറിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. വാസ്ക പേടിച്ചുപോയി. അവൻ തല കുലുക്കിക്കൊണ്ട് തിരിഞ്ഞോടി. താൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നോക്കാതെ അവൻ നേരെ ചേറ്റുകുഴികളിൽ ചെന്ന് ചാടുകയും ചെളിവെള്ളം തെറിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. പിടക്കോഴിയും പിന്നാലെ ചെന്നു. കൂടുതൽ വാശിയോടെ അത് പിന്നിൽ നിന്ന് വാസ്കയെ കൊത്തിക്കൊണ്ടിരുന്നു. പേടിച്ചരണ്ട വാസ്ക പൂമുഖത്തേക്കുള്ള പടികൾ ചാടിക്കേറിയ ശേഷമാണ് പിടക്കോഴി പിന്തിരിഞ്ഞത്. ചിറകിട്ടടിച്ചിട്ട് അഭിമാനത്തോടെ തലയുയർത്തിപ്പിടിച്ച് അത് കോഴിക്കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് പോയി. അടുത്ത പേജിൽ ഈ പിടക്കോഴി വാസ്കയെ ഓടിക്കുന്ന ചിത്രം കൊടുത്തിട്ടുണ്ട്. ഒരു വലിയ പെരുന്നാൾ ദിവസത്തിന് തലേന്നായിരുന്നു കോഴികളുമായുള്ള വാസ്കയുടെ അടുത്ത ഏറ്റുമുട്ടൽ. അന്ന് എല്ലാവരും വലിയ തിരക്കിലായിരുന്നു. അതിരാവിലെ മുതൽ ഞങ്ങൾ വീട് വൃത്തിയാക്കുന്നതിലും അടുക്കളയിൽ പലതരം പലഹാരങ്ങൾ ഉണ്ടാക്കുന്നതിലും മുഴുകി. അതിൻ്റെ ബഹളത്തിനിടയിൽ ജന്തുക്കൾക്ക് തീറ്റ കൊടുക്കുന്ന കാര്യം ഞങ്ങൾ മറന്നുപോയി. പട്ടികൾക്ക് വിശന്നു, വാസ്കയ്ക്കും. പെട്ടെന്ന് സോന്യ അടുക്കളയിലേക്ക് ഓടി വന്ന് വിളിച്ചു പറഞ്ഞു, അമ്മേ, പട്ടികൾ എന്താണ് ചെയ്തതെന്ന് വന്നു നോക്കൂ. എന്തു പറ്റി എന്ന് ചോദിച്ചുകൊണ്ട് അമ്മ ധൃതിയിൽ സോന്യയുടെ കൂടെ പോയി. ഭക്ഷണം തന്നെത്താനെടുത്ത് തിന്നാൻ പട്ടികൾ തീരുമാനിച്ചു. പെരുന്നാൾ സദ്യയ്ക്കായി അമ്മ കരുതി വെച്ചിരുന്ന ഹാമാണ് അവ അകത്താക്കിയത്. നിലവറയിൽ കടന്ന് പട്ടികളത് തട്ടിക്കൊണ്ടുപോയി. വാസ്കയ്ക്കും തീറ്റി കൊടുത്തിട്ടില്ലെന്ന് ഞങ്ങൾ പെട്ടെന്ന് ഓർമ്മിച്ചു. അവൻ്റെ ഭക്ഷണം തയ്യാറാക്കാൻ ഞങ്ങൾ ഓടി. എന്നാൽ ഞങ്ങൾ വൈകിപ്പോയിരുന്നു. വിശപ്പ് കൊണ്ട് ക്ഷുഭിതനായി വാസ്ക വെയിലത്തിരിക്കുകയായിരുന്നു. മുറ്റത്ത് ചികഞ്ഞു നടന്നിരുന്ന പിടക്കോഴികളെ അവൻ കോപത്തോടെ നോക്കിക്കൊണ്ടിരുന്നെങ്കിലും അവയുടെ അടുത്ത് ചെല്ലാൻ അവൻ ധൈര്യപ്പെട്ടില്ല. മുമ്പൊരിക്കൽ പിടക്കോഴി തന്നെ കൊത്തിയത് അവൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ആ സമയത്ത് മുടന്തനായ ഒരു പൂവങ്കോഴി പ്രാഞ്ചി അവിടെ എത്തി. വാസ്ക ചാടി വീണ് ഒരു നിമിഷത്തിനുള്ളിൽ ആ പാവം കോഴിയെ വായിലാക്കി. പൂമുഖത്ത് നിന്നിരുന്ന ഞങ്ങൾ അത് കണ്ട് അവൻ്റെ നേരെ ആക്രോശിക്കുകയും വിളിച്ചു കൂവുകയും ചെയ്തു. ബഹളം കേട്ട് അച്ഛൻ അകത്തുനിന്ന് ഓടി വന്നു. കയ്യിൽ കിട്ടിയ കമ്പെടുത്ത് അവനിട്ടൊന്നു കൊടുത്തിട്ട് അദ്ദേഹം അലറി, വിടതിനെ. കോർത്തു പിടിച്ച പല്ലുകൾക്കിടയിലൂടെ വാസ്ക ഭീഷണമായി മുറുമുറുത്തു. അവൻ്റെ കണ്ണുകൾ ജ്വലിച്ചു. ആരെയും പേടിപ്പെടുത്തുന്ന രൂപമായിരുന്നു അപ്പോൾ അവൻ്റേത്. ഇത്തവണ വെറുതെ വിട്ടാൽ വാസ്ക വീണ്ടും ഇത് ആവർത്തിക്കുമെന്ന് അച്ഛൻ അറിയാമായിരുന്നു. അച്ഛൻ ഒരടി കൂടി കൊടുത്തു. വാസ്ക മൂങ്ങിക്കൊണ്ട് നിന്ന് ചാടിയെങ്കിലും കോഴിയെ വിട്ടില്ല. അച്ഛൻ അവനെ പിൻകാലുകളിൽ പിടിച്ച് തൂക്കിയെടുത്ത് വേലിയിലിടിച്ചു. നിർദ്ദയമായ ശിക്ഷയായിരുന്നു അത്. എന്നാൽ ക്ഷുഭിതനായ ആ കടുവ ഉടൻ ശാന്തനായി. ചത്ത കോഴിയെ അപ്പോൾ തന്നെ അവൻ താഴെയിട്ടു. മയക്കം ബാധിച്ചതുപോലെ അവൻ അവിടെ തളർന്നിരുന്നു. അമ്മ വേഗം അവന് ഭക്ഷണം കൊടുത്തു. അത് കഴിഞ്ഞ് അവൻ തോട്ടത്തിലേക്ക് പോയി. വളരെ കാലത്തേക്ക് അവൻ അച്ഛനോട് പിണങ്ങിയിരുന്നു. അവൻ അച്ഛൻ്റെ അടുത്ത് ചെല്ലുകയോ അച്ഛനെ ഉരുമുകയോ സംസാരിക്കുകയോ ചെയ്തില്ല.
എങ്കിലും പിന്നീട് അവൻ ഒരിക്കൽ പോലും കോഴിയെ പിടിക്കാൻ ശ്രമിച്ചിട്ടില്ല. ചിലപ്പോൾ കുറ്റിക്കാട്ടിൽ മറഞ്ഞിരുന്നിട്ട് അവൻ അവയുടെ നേർക്ക് ഓടിച്ചെല്ലാറുണ്ടായിരുന്നുവെന്ന് വാസ്തവമാണ്. എന്നാൽ അത് കളിയായിട്ടായിരുന്നു. കോഴികൾ ഉറക്കെ കുക്കിക്കൊണ്ട് നാലുപാടും ഓടിപ്പോവുകയും അത് കണ്ട് വാസ്ക പേടിച്ച് തിരിഞ്ഞോടുകയുമാണ് പതിവ്. ഞങ്ങൾ 4 സഹോദരിമാരുടെയും ജന്മദിനം അടുപ്പിച്ച് 4 ദിവസങ്ങളിലാണ്. ജന്മദിനത്തിന് ഒരു കേക്കും അതിഥികളും ചിരിയും ബഹളവും നിറഞ്ഞ സായാഹ്നവും ഒരു പ്രത്യേക സമ്മാനവും ആവശ്യമാണല്ലോ. ഒരു ദിവസം അങ്ങനെ പിറന്നാൾ ആഘോഷിക്കുന്നത് വലിയ പ്രയാസമുള്ള കാര്യമല്ല. എന്നാൽ 4 ദിവസം അടുപ്പിച്ച് കേക്ക് ഉണ്ടാക്കുകയും അടുപ്പിച്ച് 4 സായാഹ്നങ്ങൾ കുട്ടികളുടെ ഒച്ചയും തകർപ്പും സഹിക്കേണ്ടി വരികയും ചെയ്യുമ്പോൾ ആർക്കും മടുപ്പ് തോന്നും. സാധാരണ അത് കഴിയുമ്പോൾ അമ്മ ക്ഷീണിതയും ശുണ്ഠിക്കാരിയുമായി കാണപ്പെടും. അതുകൊണ്ട് 4 പേരുടെയും പിറന്നാൾ ഒരു ദിവസം ആഘോഷിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. എന്നാൽ അന്നത്തെ കേക്ക് ഗംഭീരമായിരിക്കണം, സൽക്കാരം പൊടിപൊടിക്കണം. ഞങ്ങളുടെ കൂട്ടായ പിറന്നാളിൻ്റെ തലേന്ന് അമ്മയെ സഹായിക്കാൻ ഞങ്ങൾ അണിനിരന്നു. മുറ്റവും തോട്ടത്തിലെ നടപ്പാതകളും ഞങ്ങൾ അടിച്ചുവാരി ഭംഗിയാക്കി. അത് കഴിഞ്ഞ് ഏറ്റവും പ്രയാസമുള്ള ജോലി, അതായത് കേക്ക് ഉണ്ടാക്കുന്ന ജോലി ഞങ്ങൾ ഏറ്റെടുത്തു. കൂട്ട് ശരിയാകുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ഞങ്ങൾ ഇടയ്ക്കിടെ സ്വാദ് നോക്കിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് ഉണ്ടാക്കാൻ നേരത്ത് കൂട്ട് വേണ്ടതിൻ്റെ പകുതിയെ അവശേഷിച്ചിരുന്നുള്ളൂ. ഒടുവിൽ അമ്മ പറഞ്ഞു, മതി മതി, നല്ല സഹായമാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങളെ കൂടാതെ ഞാൻ എന്നാലാവുന്നത് ചെയ്തോളാം. അമ്മ ഞങ്ങളോട് കിടന്നുറങ്ങാൻ പറഞ്ഞു. രാത്രി ഞങ്ങളെല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ അമ്മ ശബ്ദം കേൾപ്പിക്കാതെ മുറിയിലെത്തി ഓരോരുത്തരുടെയും തലയിണക്കീഴിൽ ഓരോ സമ്മാനം വെച്ചു. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ആഗ്രഹിച്ചത് കിട്ടി. മൃഗങ്ങളെ പറ്റിയുള്ള വിവരങ്ങൾ അടങ്ങിയ ബ്രേമിൻ്റെ ഒരു പുസ്തകമാണ് സോനിക്ക് കിട്ടിയത്. എനിക്ക് കാർഡ്ബോർഡ് കൊണ്ടുണ്ടാക്കിയ ഒരു പാവകളി തിയേറ്ററും യൂലിയയ്ക്ക് ഒരു ചായപ്പെട്ടിയും നതാഷയ്ക്ക് കളപ്പുരമുറ്റത്തെ മൃഗങ്ങൾ എന്നു പേരുള്ള ഒരു തരം കളിക്കുള്ള സാധനങ്ങളുമാണ് കിട്ടിയത്. ഞങ്ങൾ സമ്മാനങ്ങൾ നിരത്തിവെച്ച് ഭംഗി നോക്കിക്കൊണ്ടിരുന്നു. അമ്മയും ഞങ്ങളോടൊപ്പം ആഹ്ലാദിച്ചു. അമ്മ പ്രാതലിന് ഞങ്ങളെ വിളിക്കാൻ വന്നതാണ്. അവർ കുറേ സമയം ഞങ്ങളുടെ മുറിയിലിരുന്നു. ആഹ്ലാദ തിമിർപ്പിനിടയ്ക്ക് പ്രാതലിൻ്റെ കാര്യം ഞങ്ങൾ പാടെ മറന്നുപോയി. ആ സമയത്ത് ഒരു സന്ദർശകൻ വീട്ടിലെത്തി. പൂമുഖവാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. അയാൾ ഭക്ഷണമുറിയിൽ പ്രവേശിച്ചത് ആരും അറിഞ്ഞില്ല. അച്ഛൻ്റെ ഗുമസ്തന്മാരിൽ ഒരാളായിരുന്നു അയാൾ. മേശയ്ക്കടുത്ത് ചെന്ന് നിന്ന് അയാൾ പിറന്നാൾ കേക്കിൻ്റെയും ജന്മദിനാശംസകൾ പ്രിയപ്പെട്ടവരെ എന്നെഴുതിയിരുന്നതിൻ്റെയും ഭംഗി നോക്കി നിന്നു. ഇന്ന് ഇവിടെ ഒരു സൽക്കാരം നടക്കാൻ പോവുകയാണ് എന്ന് തന്നെത്താൻ പറഞ്ഞിട്ട് അയാളൊരു മൂളിപ്പാട്ടുമായി മുറിയിൽ ഉലാത്തി തുടങ്ങി. അയാൾ പൊക്കവും വണ്ണവും കുറഞ്ഞ ഒരു ചെറിയ മനുഷ്യനായിരുന്നു. 10 വയസ്സുള്ള ഒരു കുട്ടിയുടെ വലിപ്പമേ അയാൾക്കുണ്ടായിരുന്നുള്ളൂ. എന്നാൽ തല എടുത്തു പിടിച്ചുള്ള അയാളുടെ നിൽപ്പും ഭാവവും കണ്ടാൽ ആരും അയാളെ അവഗണിക്കുകയില്ല. 2 വിരൽ നീട്ടിക്കൊടുക്കുകയും അഹംഭാവത്തോടെ പുരികങ്ങൾ ഉയർത്തുകയും ചെയ്താണ് അയാൾ സാധാരണയായി കുട്ടികളെ സ്വീകരിക്കുന്നത്. ഞങ്ങൾക്ക് അയാളെ ഇഷ്ടമായിരുന്നില്ല. രഹസ്യമായി ഞങ്ങൾ അയാളെ കളിയാക്കിയിരുന്നു. മുറിയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അയാൾ തൂവാല പോക്കറ്റിൽ നിന്നെടുത്ത് മീശ തുടച്ചു. സെൻറ്റിൻ്റെ തീക്ഷ്ണമായ ഗന്ധം മുറിയിൽ പരന്നു. പെട്ടെന്ന് അയാളുടെ തൊട്ടടുത്ത് നിന്ന് ആരോ വെറുപ്പോടെ ഫൂ എന്ന് പറഞ്ഞു. അതാരാണെന്ന് അത്ഭുതപ്പെട്ടുകൊണ്ട് അയാൾ ചുറ്റും നോക്കി. വാസ്കയായിരുന്നു അത്. തീക്ഷ്ണമായ ഗന്ധം കൊണ്ട് അവൻ തുമ്മി. സോഫയിൽ കിടന്നുറങ്ങിയിരുന്ന അവൻ എണീറ്റിരുന്ന് വീണ്ടും തുമ്മി. വൃത്തികെട്ട മണം. അവൻ മുഖം കൊണ്ട് ഗോഷ്ഠി കാണിച്ചു. അവൻ നാക്കു നീട്ടി. മൂക്കിന് ചുറ്റുമുള്ള തൊലി ചുളിച്ചു. പാവം ഗുമസ്തൻ അന്താളിച്ചു പോയി. ഇതു കളിയല്ല. തൊട്ടടുത്ത് ജീവനുള്ള ഒരു കടുവ ഇരിക്കുന്നു. ഇരിക്കുന്നത് കടുവയാണ്, കടുവ. അതാണെങ്കിൽ അയാളെ നോക്കി കൊഞ്ഞനം കാണിക്കുന്നു. വാസ്ക വീണ്ടും തുമ്മിക്കൊണ്ട് തല കുടഞ്ഞു. ആളുകൾക്ക് ഇത്ര ശക്തിയായ ഗന്ധം എന്തിനാണെന്ന് വന്യമൃഗങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. മൃഗങ്ങൾക്കാണെങ്കിൽ മണം എത്രയും കുറഞ്ഞിരിക്കുന്നതാണ് ഇഷ്ടം. കാരണം ശത്രുവിന് അപ്പോൾ അവയെ കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. എങ്ങനെ രക്ഷപ്പെടണമെന്ന് ഗുമസ്തൻ തല പുകഞ്ഞ് ആലോചിച്ചു. അയാൾ തുറന്നു കിടക്കുന്ന വാതിൽക്കിലേക്ക് ദയനീയമായി നോക്കി. എന്നാൽ നിന്നിടത്ത് നിന്ന് അനങ്ങാൻ അയാൾക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. വാസ്കയ്ക്കാണെങ്കിൽ ഒരു പുതിയ ആശയം തോന്നി. തീക്ഷ്ണഗന്ധമുള്ള പയ്യൻ തന്നോടൊപ്പം കളിക്കാൻ വന്നതാവും. വാസ്ക താഴെ ഇറങ്ങി അയാളുടെ അടുത്ത് ചെന്ന് ശരി, നമുക്ക് കളിക്കാം എന്ന് പറയുന്ന മാതിരി മുരണ്ടു. ആ മനുഷ്യൻ ഞെട്ടി. വാസ്ക ഒരടി പിന്നോട്ട് വെച്ചു. പയ്യൻ്റെ അസാധാരണമായ പെരുമാറ്റം കണ്ട് അവൻ ശങ്കിച്ചു നിന്നു. അയാൾക്ക് ശക്തിയായ മണമുണ്ട്. അയാൾ ഞെട്ടുന്നു. മറ്റുള്ളവളെപ്പോലെ അയാൾ തന്നോട് സംസാരിക്കുന്നില്ല. തികച്ചും അസാധാരണമായ പെരുമാറ്റം. വാസ്ക ഒരു ചുവട് പിന്നോട്ട് വെച്ചു. പിന്നീട് ഒന്നുകൂടി. ഒടുവിൽ അവൻ വാതിൽക്കലെത്തി അവിടെ നിന്നു. നല്ല പൂച്ച, ഒരു തരത്തിൽ അയാൾ പറഞ്ഞു. ഓടിക്കോ പൂച്ചേ, ഓടിക്കോ. അയാൾ തൂവാല വീശി. വാസ്ക പിന്നെയും ഉറക്കെ തുമ്മി. അയാൾ മേശയുടെ മറുവശത്തേക്കൊടി. കൊള്ളാം, പയ്യൻ തലതെറിഞ്ഞ പെരുമാറ്റം നിർത്തി കളിക്കാൻ തയ്യാറായിരിക്കുന്നു. വാസ്ക സന്തോഷത്തോടെ അയാളുടെ പിന്നാലെ ചാടി ചെന്നു.
അയാൾ സോഫയിലേക്ക് ചാടിക്കേറി. തൊട്ടു പിന്നിൽ വാസ്കയും. പെട്ടെന്ന് അയാൾ മേശപ്പുറത്തേക്ക് ചാടി. കേക്കിൻ്റെ തൊട്ടടുത്ത് നിരത്തിവെച്ച പാത്രങ്ങളുടെ ഇടയിൽ പതുങ്ങിയിരുന്നു. അയാൾ എവിടെ പോയെന്ന് ഒരു നിമിഷത്തേക്ക് വാസ്കയ്ക്ക് പിടികിട്ടിയില്ല. രസമുള്ള കളി തുടങ്ങി വെച്ചിട്ട് പയ്യൻ എവിടെ മറഞ്ഞു? മുൻകാലുകൾ മേശപ്പുറത്ത് വെച്ച് എണീറ്റ് നിന്നുകൊണ്ട് വാസ്ക ചുറ്റും കണ്ണോടിച്ചു. ആഹാ, അതാ അയാൾ അവിടെ ഇരിക്കുന്നു. തന്നെ കാത്ത് മേശപ്പുറത്ത് കയറിയിരിക്കുന്നുണ്ട്. സന്തോഷം കൊണ്ട് വാസ്ക കുത്തിമറിഞ്ഞു. ആ മനുഷ്യൻ വല്ലാതെ പേടിച്ചുപോയി. ഡംഭു മറന്ന് മുങ്ങിച്ചാകാൻ പോകുന്ന ഒരുവനെ പോലെ അയാൾ വിളിച്ചു കൂവി, ഓടി വരണേ, ഓടി വരണേ. വാസ്ക ഇടയ്ക്കിടെ ചാട്ടം നിർത്തി മേശപ്പുറത്തേക്ക് എത്തി നോക്കിക്കൊണ്ടിരുന്നു. ഏതാനും ഇഞ്ചകലെ കടുവയുടെ മോന്തയും ഉദ്വേഗം കൊണ്ട് കത്തിജ്വലിക്കുന്ന കണ്ണുകളും കാണുമ്പോൾ അയാൾ സെൻറ്റ് പുരട്ടിയ തുവാലയെടുത്ത് വീശിക്കൊണ്ട് മുറവിളി കൂട്ടും, ദൈവമേ, ആരെങ്കിലും ഒന്ന് ഓടി വരണേ, വേഗം. നിലവിളി കേട്ട് ഞങ്ങൾ ഭക്ഷണമുറിയിലേക്ക് ഓടി. വാതിൽക്കൽ ഞങ്ങൾ തരിച്ചു നിന്നുപോയി. ഞങ്ങളുടെ ഭംഗിയുള്ള പിറന്നാൾ കേക്കിൻ്റെ തൊട്ടടുത്ത് പേടിച്ചരണ്ട് വെളുത്തു വിളറി അച്ഛൻ്റെ ഗുമസ്തൻ ചടഞ്ഞിരിക്കുന്നു. അയാളുടെ നിഷ്പ്രഭമായ കണ്ണുകൾ ഒരു ഭയങ്കര സത്വത്തെ മുന്നിൽ കാണുന്നത് പോലെ ഭീതിയോടെ തറയിലേക്ക് തുറച്ചു നോക്കി. എന്നാൽ അവിടെ ചിരി കൊണ്ട് എഴുന്നു നിൽക്കുന്ന മീശരോമങ്ങളുള്ള കൊച്ചു വാസ്ക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ പൊട്ടിച്ചിരിച്ചു. സന്ദർശകൻ കരുതലോടെ വാസ്കയെ നോക്കിക്കൊണ്ട് തന്നെ ഒരു പുഞ്ചിരി വരുത്തി. എങ്കിലും മേശപ്പുറത്ത് നിന്ന് താഴെ ഇറങ്ങാൻ അയാൾക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. ആ സമയത്ത് അച്ഛൻ കടന്നു വന്നു. താഴെ ഇറങ്ങാൻ അച്ഛൻ അയാളെ സഹായിച്ചു. അയാളുടെ വസ്ത്രങ്ങൾ നേരെയാക്കിക്കൊണ്ട് അദ്ദേഹം വാസ്കയുടെ പെരുമാറ്റത്തിന് മാപ്പ് ചോദിച്ചു. അദ്ദേഹം വാസ്കയെ കാലുകൊണ്ട് തള്ളുകയും കർശനമായി ഞങ്ങളോട് ഇങ്ങനെ പറയുകയും ചെയ്തു, നിന്ന് ചിരിക്കാതെ ആ ജന്തുവിനെ ഇവിടെ നിന്ന് കൊണ്ടുപോകിൻ. ഞങ്ങൾ ആ ജന്തുവിനെ മുൻകാലുകളിൽ പിടിച്ച് തോട്ടത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ ഇരുന്ന് ഞങ്ങൾ മതിയാവോളം ചിരിച്ചു. ആ വസന്തത്തിലും വേനലിലും ശിശിരത്തിലും ഞങ്ങൾ വാസ്കയെ ലാളിച്ച് വഷളാക്കി. എന്നാൽ ഇലകൾ കൊഴിഞ്ഞ് തോട്ടം ശുഷ്കമായപ്പോഴാണ് വാസ്ക ഒരു വലിയ കടുവയായി വളർന്നിരിക്കുന്നതെന്ന് പെട്ടെന്ന് ഞങ്ങൾക്ക് തോന്നിയത്. ക്രമേണ അവൻ കുട്ടിക്കളികൾ ഉപേക്ഷിച്ച് കൂടുതൽ ഗൗരവമുള്ള കളികളിൽ വ്യാപൃതനായി തുടങ്ങി. പിന്തുടരുക, പതുങ്ങി നടത്തുക, മൽപ്പിടുത്തം നടത്തുക, ചാടുക മുതലായവയിലായി അവന് താൽപ്പര്യം. വളർച്ച പ്രാപിച്ച കടുവയുടെ ചില സ്വഭാവ വിശേഷതകൾ ശൈശവത്തിൽ തന്നെ അവനിൽ ഉണ്ടായിരുന്നു. ശബ്ദമുണ്ടാക്കാതെ ഇഴന്നു ചെന്ന് പക്ഷികളുടെയും മൃഗങ്ങളുടെയും മുകളിൽ ചാടി വീഴാൻ അവന് ഇഷ്ടമായിരുന്നുവെന്നത് ഒരു ഉദാഹരണമാണ്. വളർന്നപ്പോൾ അവ കൂടുതൽ പ്രകടമായി. പിടക്കോഴിയുമായി ഏറ്റുമുട്ടി പരാജയപ്പെടുകയും പൂവൻകോഴിയെ പിടിച്ചതിന് ശിക്ഷിക്കപ്പെടുകയും ചെയ്തതിനു ശേഷം വാസ്ക ഒറ്റ കോഴിയെപ്പോലും തൊട്ടിട്ടില്ല. എങ്കിലും തൂവലുകളുടെ സുഖകരമായ സ്പർശനവും പൂവൻകോഴിയുടെ തളർന്ന ശരീരം കടിച്ചു പിടിച്ചപ്പോഴുണ്ടായ അനുഭവവും അവൻ മറന്നിരുന്നില്ല. അതുകൊണ്ട് അവൻ ഒരു പുതിയ കളി കണ്ടുപിടിച്ചു. ആരുമില്ലാത്തപ്പോൾ കുട്ടികളുടെ മുറിയിൽ കടന്ന് അവൻ കളി തുടങ്ങും. കട്ടിലിൽ നിന്ന് ഒരു തലയണ വലിച്ചെടുത്ത് അതിൻ്റെ മൂല കടിച്ചു കീറിയിട്ട് കാലുകൊണ്ട് തട്ടി അതിൽ നിന്ന് തൂവൽ നാലുപാടും പറത്തുക എന്നതായിരുന്നു അവൻ്റെ വിനോദം. ഒരു കാട്ടുപക്ഷിയെ വേട്ടയാടുന്നത് പോലെ തന്നെയാണല്ലോ അത്. വാസ്ക ചീറുകയും മുറുമുറുക്കുകയും ചെയ്യുന്നത് കേട്ട് ഓടിയെത്തി അവൻ്റെ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ ഞങ്ങൾ പിടികൂടും. തലയിണ നിലത്ത് കിടക്കുന്നു. വാസ്ക രൗദ്രഭാവത്തിൽ അതിൻ്റെ മീതെ കയറിയിരിക്കുന്നു. അവൻ്റെ ദേഹം മുഴുവൻ തൂവലുകൾ കൊണ്ട് മൂടിയിരിക്കുകയാണ്. നിനക്കെന്താണ്, പല്ലു വരുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഞങ്ങൾ ഓരോരോ സാധനങ്ങൾ അവൻ്റെ വായിൽ നിന്ന് വലിച്ചെടുക്കും. അവന് ഒരു സാധനം പോലും വെറുതെ വിടാൻ വയ്യെന്ന് തോന്നുന്നു. അവന് എല്ലാം കടിച്ചു പറിക്കണം. ഞങ്ങൾ ഇതിന് ഒരു പരിഹാരം കണ്ടുപിടിച്ചു. ഞങ്ങൾ വാസ്കയ്ക്ക് സ്വന്തമായി ഒരു സമ്മാനം കൊടുത്തു. ഒരു പഴയ ഫെൽറ്റ് ബൂട്ട്. ഒരു ചരട് കെട്ടി ഞങ്ങൾ അത് വലിച്ചുകൊണ്ട് നടക്കും. പൂച്ച എലിയെ പിടിക്കുന്നത് പോലെ വാസ്ക അതിൻ്റെ മുൻപിൽ ചാടി വീഴും. കുറെ കളിച്ചിട്ട് ഞങ്ങൾ ബൂട്ട് അവന് വിട്ടുകൊടുക്കും. അവൻ്റെ ശ്രദ്ധ തിരിച്ചുവിടാൻ അത് വളരെ സഹായിച്ചു. അത് വായിലുള്ളപ്പോൾ മറ്റൊന്നും അവൻ തൊടുകയില്ല. ബൂട്ടും കടിച്ചു പിടിച്ചുകൊണ്ട് അവൻ അന്തസ്സോടെ നടന്നു പോകും. കുതിരയെ നോക്കിയിരിക്കാൻ വാസ്കയ്ക്ക് വലിയ ഇഷ്ടമായിരുന്നു. തോട്ടത്തിൽ പ്രത്യേകം വളച്ചെടുത്ത ഒരിടത്ത് കുതിരയെ മേയാൻ വിടുമ്പോൾ വാസ്ക അതിനെ തന്നെ നോക്കിക്കൊണ്ട് മണിക്കൂറുകളോളം കുറ്റിച്ചെടികളുടെ ഇടയിൽ മറഞ്ഞിരിക്കും. ഞങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കളി ഇതായിരുന്നു. ഞങ്ങൾ പാവകളെ ചെറിയ വണ്ടികളിൽ കയറ്റി ലൈലാക് ചെടികളുടെ ഇടയിലൂടെ തുറസായ ഒരിടത്തേക്ക് കൊണ്ടുപോകും. ഇടുങ്ങിയ ഒരു പാതയിലൂടെ സോനിയയും യൂലിയും നട്ടാഷയും വണ്ടികൾ വലിച്ചുകൊണ്ട് നടക്കും. ഞാനൊരു കമ്പിൻ്റെ പുറത്ത് സവാരി ചെയ്യും. എൻ്റെ പ്രിയപ്പെട്ട പടക്കുതിരയായ ചുഴലിക്കാറ്റാണ് അതെന്ന് സങ്കല്പം. സാവധാനം മുന്നോട്ട് നീങ്ങുന്നതിനിടയിൽ ഞങ്ങൾ പറയും, ഈ പ്രദേശത്ത് വെച്ച് പലപ്പോഴും വന്യമൃഗങ്ങൾ ഗ്രാമീണരെ ആക്രമിക്കാറുണ്ട്. ഉടൻ തന്നെ കുറ്റിക്കാട്ടിനിടയിൽ വാസ്കയുടെ വലിയ കണ്ണുകൾ തിളങ്ങുന്നത് കാണാറാവും. ഏത് നിമിഷവും ചാടി വീഴാൻ തയ്യാറായി പൂച്ചയെപ്പോലെ അവൻ വണ്ടികളെ പിന്തുടർന്നിരുന്നു. ഞങ്ങൾ വെളിമ്പ്രദേശത്തിൻ്റെ അടുത്തെത്തിക്കഴിഞ്ഞു. ചെടികൾ ഇടതൂർന്നു നിൽക്കുന്ന ഏറ്റവും അപകടം പിടിച്ച വഴിയാണ് ഇനിയുള്ളത്.
ഒരു തിരിവിലെത്തുമ്പോൾ വണ്ടികൾ ഓരോന്നായി വളവ് തിരിഞ്ഞ് അപ്രത്യക്ഷമാകും. പെട്ടെന്ന് ഒരു കടുവ ചാടി വന്ന് അവയെ ആക്രമിക്കും. അവനൊരു പാവയെ കടിച്ചെടുത്തുകൊണ്ട് തോട്ടത്തിൻ്റെ മറുവശത്തേക്ക് പോകും. തോട്ടം ഒരു ഘോര വനമാണെന്നാണ് സങ്കല്പം. സ്വൈരജീവിതം നയിച്ചിരുന്ന ഗ്രാമീണർ നിലവിളിക്കുകയും ബഹളം കൂട്ടുകയും ചെയ്യും. ഞങ്ങൾ ധൃതിയിൽ തോക്കെടുത്തുകൊണ്ട് കടുവ തട്ടിക്കൊണ്ടുപോയ കുട്ടിയെ രക്ഷിക്കാൻ പുറപ്പെടും. ഉരുളക്കിഴങ്ങുകൾ അറ്റത്ത് വെച്ച് കെട്ടിയ കമ്പുകളായിരുന്നു ഞങ്ങളുടെ തോക്കുകൾ. ഉരുളക്കിഴങ്ങ് വെടികളേറ്റ് വാസ്ക പിൻവാങ്ങും. യുദ്ധം കഴിഞ്ഞ് നിർഭാഗ്യയായ കുട്ടിയെ കണ്ടുകിട്ടുമ്പോൾ അവൾക്ക് തലമുടി മാത്രം കാണുകയില്ല. അവിടെ മുറിഞ്ഞ് പഞ്ഞി പുറത്തു ചാടിയിരിക്കുകയും ചെയ്യും. തൊപ്പിയും തലമുടിയും വാസ്കയുടെ വായിൽ നിന്ന് ഞങ്ങൾ വീണ്ടെടുക്കും. വാസ്ക ഒരു പുതിയ കളി കണ്ടുപിടിച്ചു. അവൻ മരങ്ങളിലേക്ക് ചാടിക്കയറാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. വീടിൻ്റെ എതിർവശത്ത് ധാരാളം ശാഖകളുള്ള ഒരു മരം നിന്നിരുന്നു. അതിൻ്റെ ഒരു കൊമ്പിൽ ഞങ്ങളൊരു തുകൽ കഷ്ണം കെട്ടിത്തൂക്കി. വാസ്ക അത് പിടിക്കാൻ ചാടുന്നത് ഞങ്ങൾ നോക്കി നിന്നു. തറയിൽ നിന്ന് 2 മീറ്ററോളം ഉയരത്തിലാണ് തുകൽ കഷ്ണം തൂങ്ങിക്കിടന്നത്. വാസ്ക കുനിഞ്ഞു നിന്ന് ഉന്നം നോക്കി ചാടും. പല്ലുകളും നഖങ്ങളും തോൽ കഷ്ണത്തിൽ കോർത്തു പിടിച്ച് അവൻ ഊഞ്ഞാലാടുമ്പോൾ അവൻ്റെ വഴക്കമുള്ള ശരീരത്തിലെ ഓരോ മാംസപേശിയും തുടിച്ചിരുന്നു. ആട്ടം മതിയാകുമ്പോൾ അവൻ ചാടിയിറങ്ങി നിശബ്ദനായി മരത്തിനു ചുറ്റും ഏതാനും തവണ വലം വെച്ചിട്ട് വീണ്ടും ഉന്നം പിടിക്കും. അവൻ്റെ കണ്ണുകൾ തീക്കനൽ പോലെ തിളങ്ങും. മീശരോപങ്ങൾ വിചുംബ്രിച്ച് നിൽക്കും. വാലു പിടഞ്ഞുകൊണ്ടിരിക്കും. വാസ്ക നീണ്ടു നിവർന്ന് കിടക്കുമ്പോൾ സോഫയ്ക്ക് വേണ്ടത്ര വലിപ്പമില്ലെന്ന് തോന്നി. ഞങ്ങൾ അപ്പോഴും അവനോടൊപ്പം സന്തോഷത്തോടെ കളിച്ചുകൊണ്ടിരുന്നു. എന്നാൽ വാസ്കയുടെ ജീവിത രീതിക്ക് മാറ്റം വരുത്തേണ്ട സമയമടുത്തെന്ന് അച്ഛനും അമ്മയ്ക്കും തോന്നി. ഒരു ദിവസം നിർഗുണയും ഭീരുവുമായ ഒരു സ്ത്രീ മേയറെ ചെന്ന് കണ്ടു. അവർ കൊക്കുകയും നെടുവീർപ്പിടുകയും ചെയ്തുകൊണ്ട് വാസ്കയെപ്പറ്റി പരാതി പറഞ്ഞു. ദൈവമേ, ഇതെങ്ങനെ സഹിക്കും? പട്ടണത്തിലൊരു കടുവ അഴിഞ്ഞാടുന്നു. അത് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് തല ചുറ്റുന്നു. അതെന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ആർക്കറിയാം? നമ്മളിത് അനുവദിക്കുന്നത് എന്തിനാണ്? അപകടം ക്ഷണിച്ചു വരുത്തുന്നത് എന്തിനാണ്? മേയർ അച്ഛനെ വിളിപ്പിച്ചു. വാസ്കയെ അലഞ്ഞു തിരിയാൻ അനുവദിക്കരുതെന്നും ഒരു കൂട്ടിലടയ്ക്കണമെന്നും അദ്ദേഹം അച്ഛനോട് പറഞ്ഞു. കൂട് തയ്യാറാകുന്നതുവരെ കടുവയെ ചങ്ങലയിട്ട് പൂട്ടണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. മേയറുടെ ആജ്ഞ അനുസരിക്കുകയേ നിവർത്തിയുള്ളൂ. തുടലിലിട്ട് പൂട്ടിയത് വാസ്കയ്ക്ക് ആദ്യം തീരെ ഇഷ്ടമായില്ല. അവൻ വേദന സ്ഫുരിക്കുന്ന സ്വരത്തിൽ മുരണ്ടുകൊണ്ടിരുന്നു. അവൻ്റെ വെപ്രാളം കണ്ട് മനസ്സലിഞ്ഞ് ഞങ്ങൾ മുതിർന്നവർ കാണാതെ അവനെ അഴിച്ചുവിടും. ഞങ്ങൾ അടുത്തില്ലാത്തപ്പോൾ അവരും ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ വാസ്ക പഴയതുപോലെ തോട്ടത്തിൽ ഓടി നടക്കുകയും സോഫയിൽ നിവർന്നു കിടക്കുകയും മരക്കൊമ്പിൽ തൂക്കിയിട്ടിരുന്ന തോൽ കഷ്ണം പിടിച്ചെടുക്കാൻ മുകളിലേക്ക് ചാടുകയും ചെയ്തു. അനങ്ങാതെ ഇരുന്ന മാംസപേശികൾക്ക് അവൻ വ്യായാമം കൊടുക്കുകയായിരുന്നു. ദിവസങ്ങൾ പലത് കഴിഞ്ഞു. എന്നിട്ടും കൂടുണ്ടാക്കിയില്ല. നല്ല വലിപ്പവും ഉറപ്പുമുള്ള ഒരു കൂടുണ്ടാക്കിക്കാൻ വേണ്ടത്ര പണം ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. ചെറിയ ഒരു കൂട് വാങ്ങുന്നതിൽ അർത്ഥമില്ലായിരുന്നു. വാസ്ക ഞെങ്ങി ഞെരുങ്ങി കഴിയാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. മേയറുടെ ഓഫീസിൽ നിന്ന് ഇനിയും എന്തെങ്കിലും ശല്യമുണ്ടാകുമെന്ന് ഏത് നിമിഷവും അച്ഛൻ പ്രതീക്ഷിച്ചു. അദ്ദേഹം അസ്വസ്ഥനും ചുണ്ടിക്കാരനുമായി കാണപ്പെട്ടു. ഭാഗ്യദോഷമെന്ന് പറയട്ടെ, ആയിടയ്ക്ക് ഒരു കച്ചവടക്കാരൻ ആ വഴി വരാനിടയായി. കടുവയെ എനിക്ക് വിലയ്ക്ക് തരൂ, ഞാൻ അതിന് ഇഷ്ടം പോലെ ഭക്ഷണം കൊടുക്കാം. ഭംഗിയും വലിപ്പവുമുള്ള ഒരു ഒന്നാന്തരം കൂടുണ്ടാക്കി അതിൽ പാർപ്പിക്കാം. ആ കടുവയ്ക്ക് ഒരു രാജാവിനെ പോലെ കഴിയാം. എന്നാൽ അച്ഛനും അമ്മയ്ക്കും അത് സമ്മതമായിരുന്നില്ല. കാരണം വാസ്കയെ വിട്ടുപിരിയാൻ അവർ രണ്ടുപേരും ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഒരു കടുവയെ സംരക്ഷിക്കാൻ വളരെയേറെ പണം ആവശ്യമുണ്ട്. മാത്രവുമല്ല, അയൽക്കാരെല്ലാം അസംതൃപ്തരാണ്. അവർ ദിവസവും വാസ്കയെപ്പറ്റി പരാതി പറയുന്നു. ഇതും മറ്റു പല സംഗതികളും മുൻ തീരുമാനം പുനഃപരിശോധന ചെയ്യാൻ അച്ഛനെയും അമ്മയെയും നിർബന്ധിതരാക്കി. പോരാത്തതിന് വാസ്ക പുതിയൊരു കുഴപ്പം സൃഷ്ടിക്കുകയും ചെയ്തു. ഒരു ദിവസം ഉച്ചയ്ക്ക് ഭയങ്കരമായ ഒരു അലർച്ച കേട്ട് അച്ഛൻ പുറത്തേക്ക് ഓടി വന്നു. അമ്മ പൂമുഖത്ത് നിന്നുള്ള പടികൾ ഓടിയിറങ്ങുകയായിരുന്നു. അമ്മ ഉറക്കെ വിളിച്ചു കൂവുകയും വേലിയുടെ നേരെ കൈ ചൂണ്ടുകയും ചെയ്തു. വേലിക്കരികിൽ ഒരു ചെറിയ കാട്ടാട് കിടക്കുന്നുണ്ടായിരുന്നു. നഖങ്ങൾ പുറത്തു കാട്ടിക്കൊണ്ട് ആ അസത്ത് വാസ്ക അതിൻ്റെ മുതുകിൽ കയറിയിരുന്നു. സന്തോഷം കൊണ്ട് അവൻ്റെ കണ്ണുകൾ വികസിച്ചു. അച്ഛൻ ഓടി വരുന്നത് കണ്ടപ്പോൾ വാസ്ക ആടിൻ്റെ പുറത്തുനിന്ന് ചാടിയിറങ്ങി ഓടിപ്പോയി. ഭാഗ്യത്തിന് വാസ്കയ്ക്ക് അപ്പോഴും അച്ഛനെ പേടിയുണ്ടായിരുന്നു. കോഴിയെ പിടിച്ചതിന് അച്ഛൻ അവനെ വേലിയിൽ അടിച്ച അന്ന് തുടങ്ങിയതാണത്. എന്നിട്ടും ഓടിപ്പോകുന്നതിനിടയിൽ അവൻ അച്ഛൻ്റെ ബൂട്ടിൽ മാന്താൻ ശ്രമിച്ചു. അതിനുശേഷം ആരും അവനെ അഴിച്ചുവിടാൻ പാടില്ലെന്ന് അച്ഛൻ കർശനമായി പറഞ്ഞു. വാസ്ക തുടലിൽ തന്നെ കഴിഞ്ഞു. 10 ദിവസം കഴിഞ്ഞപ്പോൾ അവൻ വീണ്ടും പഴയ കുസൃതി ആവർത്തിച്ചു. ഇത്തവണ അവൻ തന്നെത്താൻ തുടലൂരി ഒരു കുതിരക്കുട്ടിയെ പിടിക്കുകയാണ് ഉണ്ടായത്. അതിനെ ഉപദ്രവിക്കാൻ അവന് സമയം കിട്ടിയില്ല.
എങ്കിലും തടയാൻ ചെന്ന ആരെയോ അവൻ കടിച്ചു. വാസ്കെ കച്ചവടക്കാരന് കൊടുക്കാൻ തന്നെ ഈ സംഭവത്തിന് ശേഷം അച്ഛനും അമ്മയും തീരുമാനിച്ചു. കച്ചവടക്കാരൻ മൃഗശാലകളിലേക്ക് മൃഗങ്ങളെ വിൽക്കുന്ന ആളായിരുന്നു. അച്ഛൻ അയാളെ വിളിച്ചു വരുത്തി. വാസ്കയെ മൃഗശാലയ്ക്ക് വിൽക്കുകയില്ലെന്നും അവനെ നന്നായി നോക്കിക്കൊള്ളാമെന്നും അയാൾ വാക്കു തന്നു. വാസ്കയെ കൊണ്ടുപോകുമെന്നറിഞ്ഞപ്പോൾ ഞങ്ങൾ ഉറക്കെ കരഞ്ഞു തുടങ്ങി. അച്ഛനമ്മമാർ ഞങ്ങളെ തോട്ടത്തിലേക്ക് ഓടിച്ചു. കൗശലക്കാരനായ കച്ചവടക്കാരൻ ഞങ്ങളുടെ പിന്നാലെ വന്നു. അയാൾ ഞങ്ങൾക്ക് മിഠായി നീട്ടി. അയാളുടെ സ്വന്തം മൃഗശാല സന്ദർശിക്കാൻ ഞങ്ങളെ ക്ഷണിക്കുകയും തനിക്ക് മൃഗങ്ങളെ ഇഷ്ടമാണെന്ന് അയാൾ പറയുകയും ചെയ്തു. വാസ്കയുടെ ജീവിത രീതിയെക്കുറിച്ച് വിവരിച്ചു തരാൻ അയാൾ ഞങ്ങളോട് ആവശ്യപ്പെട്ടു. ആദ്യം അയാളോട് സംസാരിക്കാൻ പോലും ഞങ്ങൾ കൂട്ടാക്കിയില്ല. പക്ഷേ ഒടുവിൽ ഞങ്ങൾ വഴങ്ങി. വാസ്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത് എങ്ങനെയെന്നും അവനെ കുളിപ്പിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്നത് എങ്ങനെയെന്നും ഞങ്ങൾ അയാൾക്ക് കാണിച്ചു കൊടുത്തു. അപ്പോഴും ഞങ്ങൾ സംശയത്തോടെയാണ് അയാളെ നോക്കിയിരുന്നത്. താൻ വാസ്കയോട് എപ്പോഴും സ്നേഹമായി പെരുമാറുമെന്ന് പല പ്രാവശ്യം അയാളെക്കൊണ്ട് ആണയിടിച്ചു പറയിച്ചു. പക്ഷേ അവന് നിങ്ങളുടെ സ്നേഹം വേണ്ടിവരികയില്ല എന്ന് ധിക്കാരപൂർവ്വം പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോയി ഏകാന്തതയിലിരുന്ന് കണ്ണുനീർ വാർത്തു. ഒടുവിൽ ആ ദുർദിനം വന്നു ചേർന്നു. ശരത്കാലത്തെ ഒരു സായാഹ്നത്തിൽ ശൂന്യമായ തോട്ടത്തിൽ കാക്കകൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞരങ്ങുന്ന ഒരു വണ്ടി മുറ്റത്ത് വന്നു നിന്നു. അതിൻ്റെ മുകളിലൊരു ഇരുമ്പുകൂടാണ് ഉണ്ടായിരുന്നത്. അച്ഛൻ അമ്മയോട് അതേപ്പറ്റി തമാശ പറയാൻ ഒരു ശ്രമം നടത്തിയെങ്കിലും വാസ്കയെ അഴിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അച്ഛനോടൊപ്പം ഒരു പലകയുടെ മുകളിലൂടെ നടന്ന് കൂട്ടിൽ കയറുമ്പോൾ പേടികൊണ്ട് വാസ്ക അച്ഛൻ്റെ കാലിനോട് ചേർന്ന് നിന്നു. അച്ഛൻ വാസ്കയെ കൂട്ടിൽ ഒറ്റയ്ക്കാക്കിയിട്ട് പുറത്തു കടന്നപ്പോൾ അവൻ കരയുകയും ഇരുമ്പൊഴികൾ ദേഹം കൊണ്ട് തള്ളിമാറ്റാൻ ശ്രമിക്കുകയും ചെയ്തു തുടങ്ങി. ഒടുവിൽ ദയനീയമായി തേങ്ങിക്കൊണ്ട് അവൻ മുൻകാലുകൾ അഴികളുടെ ഇടയിലൂടെ അച്ഛൻ്റെ നേർക്കു നീട്ടി. വാസ്കയുടെ ദുഃഖം കണ്ട് സഹിക്കവയ്യാതെ അച്ഛനും അമ്മയും നിശബ്ദരായി തലകുനിച്ചു നിന്നു. വാസ്കയെ കൊണ്ടുപോവുകയാണെന്ന് ഒടുവിൽ ഞങ്ങളും അറിഞ്ഞു. കളിപ്പാട്ടങ്ങൾ ദൂരെ എറിഞ്ഞ് ഞങ്ങൾ മുറ്റത്തേക്ക് ഓടി വന്നു. പുറപ്പെടാൻ തുടങ്ങിയ വണ്ടി ഞങ്ങൾ തടഞ്ഞു നിർത്തി. വാസ്ക, പൊന്നു വാസ്ക! അഴികളിൽ മുഖമമർത്തിക്കൊണ്ട് ഞങ്ങൾ ഇടറിയ ശബ്ദത്തിൽ വിളിച്ചു. വാസ്ക ഞങ്ങളെ നോക്കി കുറുങ്ങി. ഉഫ് ഉഫ്. അമ്മയുടെ കണ്ണുകൾ നനഞ്ഞിരുന്നു. വണ്ടി വീണ്ടും പുറപ്പെട്ടപ്പോൾ കോട്ടുമെടുത്തുകൊണ്ട് ഞങ്ങൾ പിന്നാലെ ഓടി. കൂടിൻ്റെ അഴികളിൽ പിടിച്ചുകൊണ്ട് ഞങ്ങൾ വാസ്കയെ പുതിയ വസതി വരെ അനുഗമിച്ചു. പുതിയ വലിയ കൂട്ടിൽ വാസ്കയ്ക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് ഞങ്ങൾ വളരെ നേരം വൈകുന്നത് വരെ അവിടെ തന്നെ നിന്നു. കച്ചി വിരിച്ച് മൃദുവായ ഒരു മെത്ത തയ്യാറാക്കി കഴിഞ്ഞ് അവനെ തലോടിക്കൊണ്ട് ഞങ്ങൾ യാത്ര ചോദിച്ചു. നാളെ നേരം വെളുക്കുമ്പോൾ തന്നെ ഞങ്ങളിവിടെ എത്താം. ഞങ്ങൾ തിരിച്ചു നടന്നു. അവിടെ കൂട്ടിനുള്ളിൽ കിടന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട കടുവ ദയനീയമായി മൂങ്ങി. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അവൻ ഒറ്റയ്ക്കാകുന്നത്. പിറ്റേന്ന് അതിരാവിലെ ഞങ്ങൾ വാസ്കയെ കാണാനെത്തി. തോട്ടത്തിൽ മൃഗങ്ങളെ സൂക്ഷിക്കുന്നതിനടുത്ത് ഉറങ്ങിക്കിടന്നിരുന്ന സൂക്ഷിപ്പുകാരനെ ഞങ്ങൾ വിളിച്ചുയർത്തി അകത്തു കടക്കാൻ ആവശ്യപ്പെട്ടു. നിങ്ങളുടെ മൃഗങ്ങളെ കാണാനല്ല ഞങ്ങൾ വന്നിരിക്കുന്നത്. അയാൾ അകത്ത് കയറ്റാൻ മടിച്ചു നിന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ വാസ്കയെ കാണാൻ മാത്രമാണ് ഇവിടെ എത്തിയത്, മനസ്സിലായോ? ഞങ്ങളുടെ കടുവയെ കാണാനാണ് ഞങ്ങൾ വന്നത്. അവൻ ഞങ്ങളുടേതാണ്. അവനെ കാണാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്. ഞങ്ങൾ അയാളെ തള്ളി മാറ്റിക്കൊണ്ട് അകത്തേക്കോടി. അയാൾ നിസ്സഹായനായി തോൾ കുലുക്കിക്കൊണ്ട് നിന്നതേയുള്ളൂ. ഞങ്ങളെ പിരിഞ്ഞ് താമസിച്ച ആദ്യത്തെ രാത്രിയിൽ വാസ്കയ്ക്ക് എന്തെങ്കിലും അത്യാപത്ത് പറ്റിയിരിക്കുമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. വഴിയുടെ മറ്റേ അറ്റത്ത് ഒരു കൂടിരിക്കുന്നത് ഞങ്ങൾ കണ്ടു. അതിനുള്ളിൽ ജീവനും ആരോഗ്യവുമുള്ള ഒരു കടുവ ഞങ്ങളെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. ഞങ്ങൾ സൂക്ഷിപ്പുകാരനുമായി തർക്കിക്കുന്ന കേട്ട് ഞങ്ങളെ സ്വീകരിക്കാനായി ചാടി എണീറ്റതാണ് അവൻ. സോന്യയാണ് ആദ്യം അവൻ്റെ അടുത്തെത്തിയത്. സുഖമാണോ വാസ്ക? അവൾ വിളിച്ചു ചോദിച്ചു. വാസ്ക അവൻ്റെ മീശരോമങ്ങളിൽ ചിരി പരത്തിക്കൊണ്ട് മറുപടി പറഞ്ഞു, ഉഫ് ഉഫ്. അഴികളുടെ ഇടയിലൂടെ അവൻ ഒരു കാൽ നീട്ടിപ്പിടിച്ചു. ഞങ്ങൾ ഓരോരുത്തരും അത് പിടിച്ചു കുലുക്കി. ഞങ്ങൾ അവൻ്റെ കൂട് കഴുകി വൃത്തിയാക്കി, പഴന്തൂണികൾ കൊണ്ട് തുടച്ചുണക്കി, കച്ചി കുടഞ്ഞു വിരിച്ചു. അവൻ്റെ പാത്രം കുറെ കൂടി വൃത്തിയായി കഴുകേണ്ടതായിരുന്നുവെന്ന് ഞങ്ങൾ അഭിപ്രായപ്പെട്ടു. അവന് വൃത്തികെട്ട പാത്രത്തിൽ നിന്ന് ഒന്നും കഴിക്കുകയില്ല. അവന് തിന്നാൻ കൊടുത്തതെല്ലാം ഞങ്ങൾ സസൂക്ഷ്മം പരിശോധിച്ചു. പിന്നീട് വാസ്കയെ പറ്റിയുള്ള വിവരമെല്ലാം ഞങ്ങൾ അച്ഛനോടും അമ്മയോടും പറഞ്ഞു. അച്ഛൻ്റെ ആദ്യത്തെ ഒഴിവു ദിവസം തന്നെ അച്ഛനും അമ്മയും ഞങ്ങളോടൊപ്പം വാസ്കയെ കാണാൻ വന്നു. വാസ്ക എന്തുമാത്രം സന്തോഷിച്ചെന്നോ! അച്ഛൻ കൂട് തുറന്ന് വ്യായാമം ചെയ്യാനായി അവനെ വലിയ തോട്ടത്തിലേക്ക് ഇറക്കി. വാസ്ക ചാടുകയും പുല്ലിൽ കിടന്ന് ഉരുളുകയും ചെയ്തു. അവൻ അച്ഛൻ്റെ കാലുകളിൽ ഉരുമുകയും കൈകൾ നക്കുകയും അദ്ദേഹത്തെ കാലുകൾ കൊണ്ട് കെട്ടിപ്പിടിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഒരു നിമിഷം പോലും മുന്നിൽ നിന്ന് പോകാൻ അവൻ അച്ഛനെ അനുവദിച്ചില്ല. ആ സമയങ്ങളെല്ലാം മീശരോമങ്ങൾക്കിടയിൽ അവൻ പുഞ്ചിരിക്കുന്നുവെന്ന് തോന്നി.
കുറേ കളിക്കുകയും അവന് ഭക്ഷണം കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ സമയമായി. വാസ്ക ശങ്ക കൂടാതെ അച്ഛനോടൊപ്പം കൂട്ടിനുള്ളിലേക്ക് കയറി. പെട്ടെന്ന് അച്ഛൻ പുറത്തു കടന്ന് വാതിലടച്ചു. അതും സഹിക്കാൻ അവൻ തയ്യാറായിരുന്നു. അടച്ചിട്ടിരിക്കുകയായിരുന്നെങ്കിലും അവൻ കുറുങ്ങിക്കൊണ്ടിരുന്നു. അവൻ അഴികളിൽ തല ഉരുമ്മി. ഞങ്ങൾ ഗേറ്റിന് പുറത്തു കടക്കുന്നതുവരെ മാത്രമേ ഈ ശാന്തത നിലനിന്നുള്ളൂ. ഞങ്ങൾ പുറത്തു കടന്നപ്പോൾ വാസ്ക ഇരുമ്പഴികളിൽ ചെന്നിടിക്കുകയും നിരാശയോടെ അലറുകയും ചെയ്തു തുടങ്ങി. ഞങ്ങൾക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല. വാസ്കയുടെ പുതിയ ഉടമസ്ഥൻ ഞങ്ങളെപ്പോലെ നന്നായി അവനെ നോക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അയാൾക്ക് വാസ്തവത്തിൽ മൃഗങ്ങളോട് വലിയ മമതയൊന്നും ഉണ്ടായിരുന്നില്ല. ആദായകരമായ ഒരു തൊഴിലായി മാത്രമാണ് അയാൾ അവയെ നോക്കിയിരുന്നത്. മാത്രവുമല്ല, വാസ്ക അയാൾക്ക് ഭയങ്കര പേടിയുമായിരുന്നു. ഭാഗ്യത്തിന് ഞങ്ങളോടൊപ്പം താമസിച്ചിരുന്ന ഇസ്മായിൽ എന്നു പേരുള്ള ഒരു കസാഖുകാരൻ വാസ്കയെ നോക്കാൻ വേണ്ടി കച്ചവടക്കാരനെ വീട്ടിലേക്ക് പോകാൻ സമ്മതിച്ചു. അയാൾക്ക് വാസ്കയെ വലിയ ഇഷ്ടമായിരുന്നു. ഞങ്ങളോടൊപ്പം അയാളും വാസ്കയെ ലാളിച്ചിരുന്നു. അയാൾ ചെന്നതോടെ വാസ്കയുടെ ജീവിതം മെച്ചപ്പെട്ടു. ഇസ്മായിൽ ഉള്ളതുകൊണ്ട് അവന് വീട്ടിൽ നിന്ന് പോയതിൻ്റെ സങ്കടം വളരെ കുറഞ്ഞു. അവിടുത്തെ ജീവിതം ഒട്ടും മോശമായിരുന്നില്ല. അവന് വേണ്ടതെല്ലാം തിന്നാൻ കിട്ടിയിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുറേ അകലെയാണ് വാസ്ക താമസിക്കുന്നതെന്ന വസ്തുത കാലക്രമേണ ഞങ്ങൾ അംഗീകരിച്ചു. സ്കൂൾ തുറന്നതിൽ പിന്നീട് ഞായറാഴ്ച ദിവസങ്ങളിൽ മാത്രമേ ഞങ്ങൾ അവനെ സന്ദർശിക്കാറുള്ളൂ. ഓരോ പ്രാവശ്യം കാണുമ്പോഴും ഒരാഴ്ച കൊണ്ട് അവൻ വളരെ വലുതായിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഒരു മാസം കൊണ്ട് അവൻ കൂറ്റനും ശക്തനുമായ ഒരു കടുവയായി മാറി. ഒരു ദിവസം വാസ്കയുടെ പുതിയ ഉടമസ്ഥൻ ഞങ്ങളുടെ വീട്ടിലേക്ക് ഓടി വന്നു. പരിഭ്രമം കൊണ്ട് അയാൾക്ക് കാര്യമെന്താണെന്ന് അച്ഛനോട് പറയാൻ പോലും കഴിഞ്ഞില്ല. എന്നാൽ കിതപ്പിൻ്റെയും ആശ്ചര്യ ശബ്ദങ്ങളുടെയും ഇടയിൽ നിന്ന് വാസ്കയ്ക്ക് എന്തോ പറ്റിയെന്ന് അച്ഛന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അച്ഛൻ തൊപ്പി വലിച്ചെടുത്തുകൊണ്ട് വാസ്കയുടെ അടുത്തേക്ക് ഓടി. കൂട് തുറന്നു കിടന്നിരുന്നു. അത് ശൂന്യമായിരുന്നു. വാസ്ക വീട്ടിനുള്ളിലാണെന്ന് ഇസ്മായിൽ അച്ഛനോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ വാസ്കയുടെ ഉടമസ്ഥൻ മൃഗവൈദ്യനെ വിളിക്കാൻ ഓടി. വാസ്കയെ കാണാൻ അച്ഛൻ വീട്ടിനുള്ളിൽ പ്രവേശിച്ചു. വാസ്ക കിതച്ചുകൊണ്ട് തറയിൽ നീണ്ടു നിവർന്നു കിടന്നിരുന്നു. അവൻ്റെ കഴുത്തുപട്ട അഴിച്ചു മാറ്റപ്പെട്ടിരുന്നു. അച്ഛൻ കുനിഞ്ഞ് അവനെ തലോടുകയും പേരെടുത്ത് വിളിക്കുകയും ചെയ്തു. എന്നാൽ വാസ്ക അനങ്ങിയില്ല. സമയം വൈകിപ്പോയിരുന്നു. അവനെ സഹായിക്കാൻ ആർക്കും കഴിയുകയില്ല. മിനിറ്റുകൾ കുറേ കഴിഞ്ഞു. വാസ്ക അന്ത്യശ്വാസം വലിച്ചു. അച്ഛൻ അസ്വസ്ഥനായി. എന്താണ് സംഭവിച്ചതെന്ന് അച്ഛൻ ഇസ്മായിലിനോട് ചോദിച്ചു. ആരെങ്കിലും അവനെ അടിച്ചോ? അവൻ ആരെങ്കിലും വിഷം കൊടുത്തതാണോ? ഇല്ല, ഇത് ആരംഭിച്ചിട്ട് കുറേ നാളായി. ഈയിടെയായി അവൻ എപ്പോഴും ഉറക്കം തൂങ്ങുകയും അസ്വസ്ഥനായി കാണപ്പെടുകയും ചെയ്തു. ഓടുകയോ കളിക്കുകയോ ചെയ്യാതെ എപ്പോഴും അവൻ കിടക്കും. ഇന്ന് രാവിലെ ഞാൻ കൂട് തുറന്നപ്പോൾ അവൻ തല പൊക്കുക പോലും ചെയ്തില്ല. ഞാൻ അവനെ എണീപ്പിക്കാൻ ശ്രമിച്ചു. ശ്വാസം വിടാൻ അവൻ വല്ലാതെ വിമിഷ്ടപ്പെടുന്നുണ്ടെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. യജമാനനെ അങ്ങോട്ട് അയച്ചിട്ട് ഞാൻ അവനെ വീട്ടിനുള്ളിലേക്ക് വലിച്ചു കൊണ്ടുവന്നു. വീട്ടിനുള്ളിൽ അവൻ അല്പം ഭേദം തോന്നുമെന്ന് ഞാൻ വിചാരിച്ചു. പാവം വാസ്ക. ശവം പരിശോധിക്കാൻ അച്ഛൻ മൃഗഡോക്ടറെ സഹായിച്ചു. ഹൃദ്രോഗം മൂലമാണ് അവൻ മരിച്ചതെന്ന് അപ്പോൾ മനസ്സിലായി. വാസ്കയ്ക്ക് ആവശ്യത്തിൽ കൂടുതൽ മേധസ്സുണ്ടായിരുന്നു. കൊഴുപ്പടങ്ങിയ മാംസവും ഒരുപാട് വെള്ളവും അവൻ ദിവസവും കഴിച്ചിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ വെച്ച് സൂപ്പും പാലും മുട്ടയുമായിരുന്നു അവൻ്റെ പ്രധാന ഭക്ഷണം. മാംസം വളരെ കുറച്ചേ ഞങ്ങൾ അവന് കൊടുത്തിരുന്നുള്ളൂ. മാത്രവുമല്ല, ഇവിടെ അവന് വ്യായാമവും വേണ്ടത്ര ഇല്ലായിരുന്നു. വീട്ടിലെത്തിയപ്പോൾ ആ ദുഃഖവാർത്ത ഞങ്ങളെ അറിയിക്കാൻ അച്ഛൻ വളരെ വിഷമിച്ചു. ഞങ്ങൾ വാസ്കയെ ഓർത്ത് തേങ്ങിക്കരഞ്ഞു. അവനെ ഒരിക്കലും മറക്കുകയില്ലെന്നും എല്ലാ കുട്ടികളോടും അവനെപ്പറ്റി പറയുമെന്നും ഞങ്ങൾ പ്രതിജ്ഞ ചെയ്തു.